ഓക്കെ. സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? സൗണ്ടും സ്ക്രീനൊക്കെ ഓക്കെ. ഓക്കെ. നമ്മളുണ്ടല്ലോടാ ഈ സെഷനിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ, ലൈക്ക് തേജിക്ക് എന്താ ഇവിടെ? ഓക്കെ. നിങ്ങൾക്ക് മെയിൻ പ്രോബ്ലം ഉള്ള ഏരിയാസ് ചോദിച്ചപ്പോൾ മെജോറിറ്റി എല്ലാവരും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്. ഇപ്പൊ അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഇപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ളത് ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇച്ചിരി ഇമ്പോർട്ടന്റ് തോന്നുന്ന ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ NPV എന്താ, IRR എന്താ, അത് ഒരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഒന്ന് പറയും. കാരണം അത് ഒരു മെയിൻ അതിന്റെ ഒരു മീനിങ് എന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ ചെയ്യാന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ പലരും ചോദിച്ചാണ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു രീതിയും പറഞ്ഞു തരാനാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ അപ്പൊ NPV-യും IRR-ഉം ആണ് നോർമലി നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബേസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഉള്ളു. അത് ഇച്ചിരി ടഫ് പോലത്തെ ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നാ? മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ആരും പക്ഷെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. നോ, നിങ്ങളുടെ എനർജിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ട് പോകാൻ പറ്റുക. റിയാക്ഷൻ ഇട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. ഓക്കെ. ഞാൻ ആദ്യം NPV എന്താ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ എന്താ, പ്രസന്റ് വാല്യൂ എന്താ ചെറിയ രീതിയിലൊന്ന് ഞാൻ പറയട്ടെ. ഓക്കെ. ഒറ്റ മിനിറ്റ്. ഓക്കെ. ഇപ്പൊ നോക്ക്, ഒരു സിനാരിയോ. എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. എത്ര? 10,000 രൂപ എന്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ ഞാന് അത് എന്ത് ചെയ്യാണ്? ഐ ഇൻവെസ്റ്റഡ് ഇൻ എ FD. ഞാനൊരു ബാങ്കിൽ ഒരു FD, SBI എന്നുള്ള ബാങ്കിൽ ഒരു FD ആയിട്ട് ഇട്ടു. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ 0 ആണ്. എന്ന് വെച്ചാൽ ഇയർ ബിഗിനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. ഇയർ 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇയർ ബിഗിനിങ് ആണ്. അപ്പൊ ഇയർ ബിഗിനിങ്ങിൽ ഞാൻ 10,000 ഇടുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് എന്താ? ഔട്ട്ഫ്ലോ ആണ് ഉണ്ടാവുന്നത്. ഔട്ട്ഫ്ലോ അല്ലേ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒറ്റ മിനിറ്റ്. എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ എന്ത് കയ്യിൽ നിന്ന് പോയി. അപ്പോ ഇയർ 0 അല്ലെങ്കിൽ ഇയർ ബിഗിനിങ്ങിൽ എന്താ? ഔട്ട്ഫ്ലോ ഉണ്ടായി. ഈ ഇയർ ബിഗിനിങ്ങിൽ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന 10,000-ന് ഒരു കൊല്ലം കഴിഞ്ഞാല് എത്ര വാല്യൂ ഉണ്ടാവും? FDയിൽ ഇടുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാനല്ലേ, റിട്ടേൺ കിട്ടാനല്ലേ. അപ്പൊ 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇയർ എൻഡ് ആവുമ്പോൾ എത്ര വാല്യൂ ഉണ്ടാവും? 11,000 രൂപ ഉണ്ടാവില്ലേ? അപ്പൊ ഇയർ എൻഡ് ആവുമ്പോൾ എനിക്ക് 11,000 രൂപ എനിക്ക് വിഡ്രോ ചെയ്തൂടെ? വിഡ്രോ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്ക്, ഈ 10,000-ന് ഇന്നത്തെ വാല്യൂ 10,000 ആണെങ്കിൽ ഈ 10,000-ന് അറ്റ് ദ റേറ്റ് ഓഫ് 10% 1 ഇയർ കഴിഞ്ഞാലുള്ള വാല്യൂ എന്താ? 11,000. അപ്പൊ ഇന്നത്തെ വാല്യൂ, ഇപ്പൊ നമ്മൾ ഇയർ ബിഗിനിങ്ങിലാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും നിന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ ഇയർ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഇത് പ്രസന്റ് വാല്യൂ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ വാല്യൂ പ്രസന്റ് വാല്യൂ, ഈ സെയിം വാല്യൂന്റെ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ, ഇപ്പൊ ഈ 10,000 തന്നെയല്ലേ 11,000 ആവണത് ഒരു കൊല്ലം കഴിയുമ്പോൾ. അപ്പൊ ഈ 10,000-ന്റെ ഫ്യൂച്ചർ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1 അതാണ് എന്ത്? 11,000. അപ്പോ ഇതെന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻഫ്ലോയും ഇത് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് 10,000 അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1, ഈ 10,000-ന്ന് 11,000-ക്ക് എങ്ങനെയാ നമ്മൾ എത്താ? പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 1 എന്ന് വെച്ചാൽ 10,000 ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 1, അങ്ങനെ 11,000 വരും. ഇനി ഫ്യൂച്ചർ വാല്യൂന് എങ്ങനെ പ്രസന്റ് വാല്യൂട്ട് എത്താ? പ്രസന്റ് വാല്യൂ ഓഫ് 11,000 അറ്റ് ഇയർ 0 എന്ന് വെച്ചാൽ 11,000 ഇയർ 1-ന്റെ വാല്യൂ ആണ്. അതിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഈ 11,000-നെ കറസ്പോണ്ടിങ് പ്രസന്റ് വാല്യൂലുള്ള വാല്യൂ എത്ര അതറിയാൻ എന്ത് ചെയ്താൽ മതി? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇക്വേഷൻ. 11,000 ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n ഈക്വൽ ടു എത്ര വരും? 10,000 വരും. അപ്പൊ ഈ പ്രസന്റ് വാല്യൂയിൽ നിന്ന് ഫ്യൂച്ചർ വാല്യൂലോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ടിങ്. ഫ്യൂച്ചർ വാല്യൂയിൽ നിന്ന് പ്രസന്റ് വാല്യൂലോട്ട് വരുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡിസ്കൗണ്ടിങ്. ഇതുവരെ എന്താ അവസ്ഥ? ഓക്കെയാണ്. ഇതില് വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കാരണം ഇത് ഭയങ്കര സിമ്പിൾ ആക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇതിപ്പോ ഒരു ഇയറിന്റെ ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇയറിന് പകരം ഇപ്പൊ നമുക്ക് ഇയർ 1-ല് 11,000 കിട്ടുന്നു. ക്വസ്റ്റ്യനിൽ എങ്ങനെയാ വെച്ചാൽ ഇയർ 1-ല് ഒരു 5,000 കിട്ടുന്നു, ഇയർ 2-ല് ഒരു 4,000 കിട്ടുന്നു, ഇയർ 3-ല് ഒരു 8,000 കിട്ടുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി ശ്രദ്ധിച്ചേക്ക്. ഇതില് ഇപ്പൊ എനിക്കറിയില്ല ഇതിൽ എത്ര പേർക്ക് നന്നായിട്ട് അറിയാം, എത്ര പേർക്ക് നന്നായിട്ട് അറിയില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു പേസിലാണ് പറയുക ചെയ്യാ. ചിലർക്ക് ഇത്തിരി അറിയണവർക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്നാൽ ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ എനിക്ക് നിങ്ങളായിട്ടൊരു ഐഡിയ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലെവലാന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ. ഇപ്പൊ എന്റെ കയ്യില് 10,000 രൂപ ഉണ്ട്.
ഞാനത് ഒരു SBI ബാങ്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ SBI ബാങ്കില് എഫ്ഡി ഇടാണ്. അപ്പൊ എന്റെ കയ്യില് അപ്പൊ നമ്മള് നോർമലി ഇയർ ബിഗിനിങ്ങിൽ ഇടുന്ന പോലെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യുക സോൾവ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇയർ ബിഗിനിങ്ങിനെ പറയുന്ന പേരാണ് ഇയർ 0. അപ്പൊ അവിടെ നിന്ന് ഒരു വർഷത്തിന്റെ എൻഡ്, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എൻഡ് അതാണ് എന്ത് ഇയർ 1. അപ്പൊ ഇയർ 2 എന്ന് പറഞ്ഞാലോ ഇയർ 0യിൽ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ടുള്ള എൻഡ്. അപ്പൊ ഇയർ 3 എന്ന് പറഞ്ഞാലോ ഇയർ 0യിൽ നിന്ന് 3 വർഷം കഴിഞ്ഞിട്ടുള്ള എൻഡ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഇയർ ബിഗിനിങ്ങിൽ ഞാൻ 10,000 ബാങ്കിൽ ഇടുന്നു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് എന്താണ് ഔട്ട് ഫ്ലോ ആണ്. അപ്പൊ ഔട്ട് ഫ്ലോ ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ആക്കി കാണിക്കുകയാണ്. ഈ 10,000 ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇടുമ്പോൾ ഈ 10,000 തന്നെ ഒരു കൊല്ലം കൊണ്ട് വളരും. എത്ര? 10% അല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ 10,000 പ്ലസ് 10%. 10,000 പ്ലസ് 10% എത്ര? 11,000 അല്ലേ? അപ്പൊ ഈ 10,000ത്തിന്റെ ഇന്നത്തെ വാല്യൂ എന്താ? 10,000 തന്നെ. ഈ സെയിം 10,000ത്തിന്റെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആ 10% ഇൻട്രസ്റ്റ് കൂടുതലാണ് 11,000. എന്നാ ഈ 10,000ത്തിന്റെ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്താ? 10,000 പ്ലസ് 10% 11,000. 11,000 പ്ലസ് 10% എത്ര എത്ര വരാ? അതാണ് ഇയർ 2ലെ വാല്യൂ. അപ്പൊ ഇയർ 3ലെ വാല്യൂ എത്രയാന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞാ നിങ്ങൾ എനിക്ക്. ഇയർ 10,000ത്തിന്റെ ഇന്നത്തെ വാല്യൂ 10,000. ഈ 10,000ത്തിന്റെ ഇയർ 1 എൻഡിലെ വാല്യൂ ഫ്യൂച്ചർ വാല്യൂ 11,000. അപ്പൊ ഇയർ 2 എൻഡിലത്തെ വാല്യൂ എത്ര വരണ്ടായിരിക്കുക? എന്ന് വെച്ചാ ഇന്നത്തെ 10,000ത്തിൽ നിന്ന് 2 വർഷം കഴിഞ്ഞാൽ എത്ര വാല്യൂ ഉണ്ടാവാ? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രസന്റ് വാല്യൂ നിന്ന് ഫ്യൂച്ചർ വാല്യൂട്ട് എത്താനുള്ള ഇക്വേഷൻ എന്താ? ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഇൻടു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n അല്ലേ? ഇപ്പോ ഇത് 1 ഇയർ ആണ് ഇവിടെ കഴിയണത് അല്ലേ? അപ്പോ 10,000 ഇൻടു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 1 എത്ര? 11,000 വരും. ഇനി 2 ഇയർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഇതിന്റെ അവിടെ 2 ഇട്ടാ പോരെ? അല്ലെങ്കിൽ ഈ 10,000ത്തിന് പ്ലസ് 10% അടിക്കുമ്പോൾ 11,000 വരും. ഇതിന്റെ കൂടെ ഒരു 10% കൂടി അടിച്ചാലും മതി ഈ ഇയർ 2വിലത്തെ വാല്യൂ കിട്ടാന്. ഓക്കെ. ആർക്കും അറിയില്ല? ഓക്കെ. അലൻ ബാബുവിന് അറിയില്ല പറഞ്ഞു. വിഷയമില്ല. ഓക്കെ. ഓക്കെ. അത് ഓക്കെ കിട്ടി. ജൂൺ 26 കിട്ടി. ഇപ്പൊ മനസ്സിലായി. ഓക്കെ. അപ്പൊ നിങ്ങക്ക് നോർമലി അറിയണ്ടായിരുന്നില്ല. അല്ലെ ഇത് അറിയില്ല ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ. ഓക്കെ. അപ്പൊ എന്നാ ഇയർ 5ത്തെ വാല്യൂ നിങ്ങൾ പറഞ്ഞു തന്നെ എനിക്ക്. ഇയർ 5 ഇപ്പൊ ഇന്നത്തെ വാല്യൂ ഇയർ ബിഗിനിങ്ങിൽ ഇയർ 0യിൽ 10,000 ആണെങ്കിൽ ഈ സെയിം 10,000ത്തിന്റെ 5 കൊല്ലം കഴിഞ്ഞാൽ ഇയർ 5ല് ഇപ്പൊ ഇയർ 5 എന്ന് പറയുമ്പോൾ 5th ഇയർ എൻഡില് അന്നത്തെ വാല്യൂ എന്തായിരിക്കും ഈ 10,000ത്തിന്റെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എങ്ങനെ 16,105 എങ്ങനെ കിട്ടിയത്? നമുക്ക് ഒന്നെങ്കിൽ ഉണ്ടല്ലോ ഈ 10,000 പ്ലസ് 10% അതിന്റെ മേലെ 10% അങ്ങനെ ചെയ്യാം. അത് പക്ഷേ ടൈം കൺസ്യൂമിങ് ഒരു 20 വർഷമൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്കിപ്പോ ഉണ്ടല്ലോ ഇയർ 5 അല്ലേ പറഞ്ഞു. ഇയർ 5ത്തെ വാല്യൂ എന്ത് ചെയ്താൽ മതി? പ്രസന്റ് വാല്യൂ എത്ര? 10,000. 10,000 ഇൻറ്റു 1 പ്ലസ് ആർ എത്ര വെച്ചാ റേറ്റ് ഡിസ്കൗണ്ടിങ്ങിനോ കോമ്പൗണ്ടിങ് ഇവിടെ നമ്മൾ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ എത്തി. അപ്പൊ കോമ്പൗണ്ടിങ് റേറ്റ് എന്നാ പറയാ. 5th ഇയർ എൻഡ് അല്ലേ വേണ്ട. അപ്പൊ 5 എന്ന് അടിക്കാം. അപ്പൊ നോക്ക് 1 പ്ലസ് 10% കാൽക്കുലേറ്റ് അടിക്കുമ്പോൾ 1.1 വരും. പിന്നെ ഇൻറ്റു ഈസിക്വൽ അടിച്ചാൽ 2 ടൈംസ് ആയി. പിന്നെ വെറുതെ ഈസിക്വൽ അടിച്ചാൽ മതി. 3, 4, 5 എത്ര വരാ? 10,000 ഇൻറ്റു 1.61051 എത്ര? 16,105. ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. എല്ലാവർക്കും കിട്ടി. ഗുഡ്, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. 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 അപ്പൊ അപ്പൊ ഫ്യൂച്ചർ വാല്യൂ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രസന്റ് വാല്യൂ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n. അപ്പൊ പ്രസന്റ് വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n ഇവിടെ ഡിവൈഡ് ചെയ്താൽ പോരെ? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n. അപ്പൊ നോക്ക് ഈ 11,000 പറഞ്ഞാൽ ഇയർ 1 എൻഡിലുള്ള വാല്യൂ. അപ്പൊ ഇയർ 1 എൻഡിലുള്ള വാല്യൂനെ ഇയർ 0ലോട്ട് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ചെയ്തതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പൊ നിങ്ങൾ ചെയ്തപ്പോ കോമ്പൗണ്ടിങ്ങാ. അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. എന്ത്? ഡിസ്കൗണ്ടിങ് ചെയ്യണം. ഏഹ് അതെന്താ? ഫ്യൂച്ചർ വാല്യൂ എത്ര? 11,000 ഡിവൈഡ് ബൈ ഇപ്പൊ ഇവിടെ ഒരു ഇയർ എൻഡിൽക്കാണ് എന്ത് ചെയ്യേണ്ടത്? ബാക്കിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ നോക്ക് 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 1 ചെയ്താൽ മതി. ഇനിയിപ്പോ ഉണ്ടല്ലോടാ നിങ്ങൾക്ക് ഇയർ 3 എൻഡിലത്തെ വാല്യൂ ആണ് ഫ്യൂച്ചർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ വാല്യൂ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ 3 എഴുതേണ്ടി വരും. അപ്പൊ ഇവിടെ ഇപ്പൊ 11,000 ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n ചെയ്യുമ്പോൾ എന്ത് വരും? 10,000 കിട്ടും. എക്സാക്ട്ലി കിട്ടും. അപ്പൊ നോക്ക് പ്രസന്റ് വാല്യൂ ഓഫ് 11,000 അറ്റ് ഇയർ 0 പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻഫ്ലോന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നേരത്തെ നേരെ ഓപ്പോസിറ്റ് 11,000 ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു ഒരു ഇയർക്കല്ലേ ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ 1 എന്നെങ്കിൽ 11,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% ഹോൾ റേസ് ടു 1 എത്ര വരാ? 11,000 ഡിവൈഡ് ബൈ 1.1 അത് എക്സാക്ട്ലി എത്ര വരാ? 10,000 വരാ അല്ലേ? അപ്പൊ 10,000ന്റെ ഫ്യൂച്ചർ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1 11,000 ആണ്. 11,000 എന്ന ഫ്യൂച്ചർ വാല്യൂന്റെ പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ഇയർ 0ത്തെ വാല്യൂ 10,000 ആണ്. ഇത് ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ?
ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് എന്തിനാ വെറുതെ സമയം കളയണം, ബട്ട് ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് വരും. ഇത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഡിസ്കൗണ്ടിങ് റേറ്റ് ഒരു റേറ്റ് അത് ഡിസ്കൗണ്ടിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ആയി, കോമ്പൗണ്ടിങ് യൂസ് ചെയ്യണമെങ്കിൽ കോമ്പൗണ്ടിങ് റേറ്റ് ആയി. അപ്പൊ ആ റേറ്റ് അനുസരിച്ചിട്ട് ഫ്യൂച്ചർ വാല്യൂ മാറും. ആ ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന പ്രസന്റ് വാല്യൂ മാറും. ഓക്കെ. ഓക്കെ. ഇനി ജസ്റ്റ് ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യാണ്. ഞാൻ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഫ്യൂച്ചർ വാല്യൂനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ ഡിസ്കൗണ്ടിങ് ആണ്. അപ്പൊ ഡിസ്കൗണ്ടിങ് ചെയ്ത് എത്ര 10% വെച്ചിട്ടാണ് അല്ലേ? അപ്പൊ ഈ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 10% ആണ്. ആണോ? അല്ലേ? അതെ, അതെ. ഇനി ഞാൻ ഉണ്ടല്ലോ ഡിസ്കൗണ്ട് ചെയ്യണ 12% വെച്ചിട്ട്. എന്ന് വെച്ചാൽ ഈ ഫ്യൂച്ചർ വാല്യൂ 11,000നെ ഞാൻ 12% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ പ്രസന്റ് വാല്യൂ എത്രയായിരിക്കും? ഇപ്പൊ 10% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 11,000 ഡിവൈഡ് ബൈ 1 പ്ലസ് 10% ഹോൾ റേസ് ടു 1. അപ്പൊ 10% പകരം 12% ചെയ്യുമ്പോൾ എത്ര വരും? ഒന്ന് പറഞ്ഞേ. പ്രസന്റ് വാല്യൂ ഓഫ് 11,000 എന്ന ഫ്യൂച്ചർ വാല്യൂന്റെ പ്രസന്റ് വാല്യൂ അറ്റ് ദ റേറ്റ് ഓഫ് 12% എത്ര വരും? ഒന്ന് പറഞ്ഞേ. എത്ര വരും എന്ന് പറഞ്ഞേ. അറിയില്ലെങ്കിൽ അറിയില്ല പറ, സമയം കളയരുത്. ഒരാൾ പറഞ്ഞു, 2-3 ആൾ പറയട്ടെ. 9,821, ഒരാൾ 8,928. വേറെ എന്തെങ്കിലും? ഒരു 2 കൂടി വരട്ടെ. രണ്ടാൾക്കാർ പറഞ്ഞു, രണ്ടാൾ കൂടി പറഞ്ഞേ. അല്ലെങ്കിൽ ഒരാളെങ്കിലും പറഞ്ഞേ. ഒരാളുടെയും പറ. 8,928 ഒരാൾ പറഞ്ഞു. 9,821 ഒരാൾ പറഞ്ഞു. വേം പറ. സമയം പോണ്. 9,821. നോക്കാം. 9,821 എങ്ങനെ 8,900 കിട്ടിയത് എങ്ങനെ? നമ്മള് നോക്ക്. ഒരു മിനിറ്റ്. ഇതെവിടെ? ഫ്യൂച്ചർ വാല്യൂ എത്ര? 11,000. അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് 12% വെച്ചിട്ടാ. ഫോർ 1 ഇയർ അല്ലേ? അപ്പൊ 9,821 അല്ലേ വരാ? 10,000 വെച്ചാണ് കണ്ടത്. 10,000 തന്നെ. 10,000 വെച്ച് കാണാം. 10,000 പ്രസന്റ് വാല്യൂ അല്ലേ? പ്രസന്റ് വാല്യൂന്റെ പ്രസന്റ് വാല്യൂ കാണേണ്ട ആവശ്യമുണ്ടാ? ഫ്യൂച്ചർ വാല്യൂ ആണ് പ്രസന്റ് വാല്യൂ കൊണ്ടുവരാൻ പറ്റുക. ഫ്യൂച്ചർ വാല്യൂ എത്ര? 11,000. ഓക്കെ. അപ്പൊ അപ്പൊ ഉണ്ടല്ലോടാ, ഈ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന നമ്മൾ ഇയർ ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് 10,000 കയ്യിൽ നിന്ന് പോണു. അത് ഔട്ട്ഫ്ലോ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 11,000 കിട്ടും. ആ 11,000ത്തിന്റെ പ്രസന്റ് വാല്യൂ ആണ് എന്ത്? അറ്റ് ദ റേറ്റ് ഓഫ് 12% 9,821. അപ്പൊ ഈ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ആണ് എന്ത്? നെറ്റ് പ്രസന്റ് വാല്യൂ. അതെല്ലാവർക്കും അറിയില്ലേ? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ കുറക്കാനാണ് എന്ത്? നെറ്റ് പ്രസന്റ് വാല്യൂ. ആ നെറ്റ് പ്രസന്റ് വാല്യൂ ഇവിടെ -179 വന്നത് അല്ലേ? അപ്പൊ ഈ -179 എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇപ്പൊ നമ്മളുണ്ടല്ലോ ഇതിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 12% റിട്ടേൺ ആ എഫ് ഡിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാ. 12% റിട്ടേൺ ഞാൻ എഫ് ഡിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാ. പക്ഷെ ശരിക്കും എത്ര എഫ് ഡി തരുന്ന റിട്ടേൺ ഉള്ളോ? ആ എഫ് ഡിയുടെ റിയൽ റിട്ടേൺ എത്ര? ട്രൂ റിട്ടേൺ ജനറേറ്റിംഗ് കപ്പാസിറ്റി എത്ര? അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് ആ എഫ് ഡിയുടെ? വേം പറ. ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ബേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും എക്സാമിന് ഇങ്ങനെയൊന്നല്ല ചോദിക്കുക. ആ ബാങ്കിന്റെ ട്രൂ റിട്ടേൺ ജനറേറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ആ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ് ശരിക്കും? എടാ 10% അല്ലേ? 10% അല്ലേ? പക്ഷെ ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 12% ആണ്. നമ്മൾ ഏതിലാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ആ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്ന റേറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 12% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നു. എന്നാൽ ഈ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്നത് 10% ആണ്. അപ്പൊ ഞാൻ ആ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ നെഗറ്റീവ് എൻപിവി വന്നത്. അപ്പൊ എൻപിവി നെഗറ്റീവ് വന്നു കഴിഞ്ഞാല് അവിടെ ലാഭം കിട്ടുന്നില്ല എന്നല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലാഭം കിട്ടുന്നില്ല എന്നാണ്. ഓക്കെ. അപ്പോ ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ IRR എന്ന് വെച്ചാൽ ആ റിട്ടേൺ ആ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്ര? 10%. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എത്ര? 12%. അപ്പൊ 12% ഗ്രേറ്റർ ദാൻ ആ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേണിനെക്കാളും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. ഓക്കെ ആണോ?
ഇതുവരെ ഞാൻ പറഞ്ഞ നോക്കിയാൽ ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മീനിങ് മനസ്സിലാക്കല്. ഓക്കെ. ഇനി ഞാൻ ഡിസ്കൗണ്ട് ചെയ്യണത് 9% വെച്ചിട്ടാ. നേരത്തേല് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ 9% ഡിസ്കൗണ്ട് ചെയ്യാണ്. ഫ്യൂ സാർ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. സത്യസന്ധത. ഓക്കെ. ഇപ്പൊ എവിടുന്ന് തൊട്ടിട്ട് പറയണാവോ? ഓക്കെ നോക്ക്. പ്രസന്റ് വാല്യൂ നെഗറ്റീവ് എൻപിവി വന്നു. ഒന്ന് ഇവിടുന്ന് മതിയായിരിക്കും വിചാരിക്കുന്നു. അപ്പൊ നെഗറ്റീവ് എൻപിവി എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു ഡിസ്കൗണ്ടിങ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് വന്നെങ്കിൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ആ എഫ് ഡി അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിന്റെ അത്ര ഇല്ല എന്നാ. ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്ര 12%. നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അത് എത്ര 12%. പക്ഷെ അവിടെ ഈ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? വെറും 10% ഉള്ളൂ. അതെങ്ങനെ കിട്ടിയ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? അപ്പൊ നോക്ക് 12% ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, 10% മാത്രം എഫ് ഡി ജനറേറ്റ് ചെയ്യുന്നു. ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടാ? എന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടാ ഈ എഫ് ഡി? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. അപ്പൊ എൻ പി വി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നില്ല ആ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നഷ്ടമുണ്ട് എന്നല്ല, നമ്മളെ ലാഭം ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലാഭമില്ല. ഇനി 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 ഡിസ്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 9% നിങ്ങളും ചെയ്തേ. അയ്യോ സോറി, ആരും കണ്ടില്ലല്ലോ. ഓക്കെ. അറ്റ് ദ റേറ്റ് ഓഫ് 9% ഡിസ്കൗണ്ട് ചെയ്തേ. ഇപ്പൊ നേരത്തെ എത്ര 12 പറഞ്ഞ പോലെ 9 എത്ര ഡിസ്കൗണ്ട് ചെയ്തേ? വേം പറ സമയം പോണു. ആക്റ്റീവ് ആവ്. 10,092. വെരി ഗുഡ്. ലൈക്ക് ചെറിയ വ്യത്യാസം, വിഷയമല്ല. ഇവിടെ നോക്ക്, എൻ പി വി പോസിറ്റീവ് വന്നു. അപ്പൊ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്? എൻ പി വി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണേക്കാളും കൂടുതൽ എഫ് ഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ് ഇവിടെ? 9%. ഈ പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഈ എഫ് ഡിയുടെ IRR എത്ര? 10%. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 9%. അപ്പോ നമുക്ക് എന്താ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 9%, കിട്ടുന്ന 10%. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തൂടെ ഈ എഫ് ഡിയില്? അല്ലേ? അപ്പൊ എൻ പി പോസിറ്റീവ് വന്നാൽ എന്താ? ആക്സെപ്റ്റ് അല്ലേ? ഓക്കെ. ഓക്കെ. ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണു. ഓക്കെ ആണോ? നെക്സ്റ്റ് ഇതിലേക്ക് പോണം. ഓക്കെ. അപ്പൊ മിക്ക ക്വസ്റ്റ്യനിലുണ്ടല്ലോ ഇവിടെ എൻ പി വി ബേസിസിൽ ഡിസിഷൻ എടുക്കാൻ പറയും. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഡിസ്കൗണ്ടിങ് റേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എൻ പി വി കാണാം. എൻ പി വി നെഗറ്റീവ് ആണെങ്കിൽ ആ ഏത് റേറ്റിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത് ആ എക്സ്പെക്റ്റഡ് റിട്ടേൺ റേറ്റ് ഉണ്ടല്ലോ, അത്ര റിട്ടേൺ ഈ പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണോ ഇല്ലാന്നാണോ? ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്ക്. ഒന്നുകൂടി പറയാം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഏതോ ഒരു റേറ്റ് തന്നു, എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നു. അത് വെച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തു. എന്നിട്ട് എൻ പി വി നെഗറ്റീവ് വന്നു. അപ്പൊ ആ പെർട്ടിക്കുലർ റിട്ടേൺ ആ പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണോ ഇല്ലാന്നാണോ? ഓ ഭാഗ്യം. ഇല്ല. ഓക്കെ. അപ്പോ ഇവിടെ നോക്ക്, നമ്മള് കുറവ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് എൻ പി വി, കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് എൻ പി വി. അപ്പോ ഇവിടെ എവിടെയോ എൻ പി വി 0 വരും. ആ 0 എൻ പി വി വരുന്ന ഏത് റേറ്റിലാണോ എൻ പി വി എന്ത് 0 വരുന്നത്, ആ റേറ്റ് ആണ് എന്ത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ റേറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഞാൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു. IRR. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കാര്യം. IRR. അപ്പൊ നോക്ക്, ഞാൻ ഇനി 10% ഡിസ്കൗണ്ട് ചെയ്ത് നോക്കി നോക്ക്. 10,000 വന്നു ഫ്യൂച്ചർ വാല്യൂവിന്റെ പ്രസന്റ് വാല്യൂ. ഔട്ട്ഫ്ലോയും 10,000, എൻ പി വി 0. അപ്പൊ എക്സ്പെക്ടഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു IRR. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എക്സാക്ട്ലി. ഓക്കെ. അപ്പൊ നിങ്ങൾ IRR കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ക്വസ്റ്റ്യനിലല്ലോ IRR കണ്ടുപിടിക്കാനിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്
ട്രയലായിട്ട് ഒരു ഡിസ്കൗണ്ടിങ് റേറ്റ് എടുക്കുക. എന്നിട്ട് 0ക്ക് അടുത്തുള്ള പോസിറ്റീവ് എൻപിവി വരുന്ന ഡിസ്കൗണ്ടിങ് റേറ്റ് ഫൈനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ട്രയലായിട്ട് നെഗറ്റീവ് എൻപിവി വരുന്ന എന്ത് ചെയ്യണം? ഒരു ഡിസ്കൗണ്ടിങ് റേറ്റ് എടുക്കണം. അതായത് 0ക്ക് അടുത്തുള്ള നെഗറ്റീവ് എൻപിവി വരുന്ന ഡിസ്കൗണ്ടിങ് റേറ്റും 0ക്ക് അടുത്തുള്ള ഒരു പോസിറ്റീവ് എൻപിവി വരുന്ന ഡിസ്കൗണ്ടിങ് റേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ഇന്റർപോളേഷൻ ഇക്വേഷൻ ഉണ്ട്. അതില് ഈ സംഭവങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ IRR കിട്ടും. ഓക്കെ ആണോ? അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാ ചെയ്യാം. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിൽ പോകാലോ. ഓക്കെ. ഇനി എന്റടുത്ത് ഒരാൾ ചോദിച്ചതാണിത്. ലൈക്ക് സാർ എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം? അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം എന്നറിയില്ലാന്ന്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയണതാണിത്. ഇപ്പൊ നോക്ക്, നമുക്ക് ഒരു ഇൻഫ്ലോയും ഉണ്ട്, സോറി ഒരു ഔട്ട്ഫ്ലോയും ഉണ്ട്, ഒരു ഇൻഫ്ലോയും ഉണ്ട്. ഈ ഔട്ട്ഫ്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമ്മളിപ്പോ FDക്ക് പകരം നിങ്ങൾ ഇനി എന്താ ആലോചിക്കുക? ഒരു മെഷീനറി ആലോചിക്കുക. മിക്കതും മെഷീനറിയുടെ ബേസിലേക്ക് എന്ത് ക്വസ്റ്റ്യൻ വരാം? മെഷീനറി മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോവും? ഇനീഷ്യൽ ഔട്ട്ഫ്ലോ പോവും. ഇല്ലേ? അപ്പൊ FDക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത് പോലെയാണ് എന്ത് മെഷീനറി മേടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണത്? പൈസ കൊടുക്കണത്. അല്ലേ? ഇപ്പൊ ഞാനൊരു കമ്പനി വിചാരിക്കും. അപ്പൊ ഞാൻ മെഷീനറി മേടിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് എന്ത് പോവും? ഇനീഷ്യൽ ഔട്ട്ഫ്ലോ വരും. ഇല്ലേ? പിന്നെ എന്താ ഇന്ററിം ഇൻഫ്ലോ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനറി യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ കൊല്ലം എന്തുണ്ടാക്കും? സെയിൽ ഉണ്ടാക്കും. ഇല്ലേ? ഇല്ലേ? എന്നിട്ട് ഇപ്പൊ ഒരു 5 വർഷമാണ് മെഷീനറിയുടെ ലൈഫ് എന്നുണ്ടെങ്കിൽ 5 വർഷം സെയിൽ ഉണ്ടാക്കും. 5ാമത്തെ വർഷം എന്ത് ചെയ്യും? മെഷീനറി ആക്രി വിലയ്ക്ക് ഞാൻ വിൽക്കും. അപ്പൊ മെഷീനറി വിൽക്കുമ്പോഴുള്ള ടെർമിനൽ വാല്യൂ, മെഷീനറി കൊണ്ട് ഡെയിലി എല്ലാ കൊല്ലം ഉണ്ടാക്കുന്ന സെയിൽസ് വാല്യൂ, മെഷീനറി മേടിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോ. അപ്പൊ ഈ നമുക്ക് FD ഇടാൻ വേണ്ടിയിട്ട് 10,000 രൂപ കയ്യിൽ നിന്ന് പോവില്ലേ? അതുപോലെയാണ് എന്ത് മെഷീനറി മേടിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന ഇനീഷ്യൽ ഔട്ട്ഫ്ലോ. ഈ നമുക്ക് 11,000 ഇയർ എൻഡിൽ കിട്ടുന്നുണ്ടല്ലോ. അത് 2 ടൈപ്പിൽ വരും. എന്ത് മെഷീനറിയില് നമ്മൾ ഡെയിലി ആനുവൽ സെയിൽ ജനറേറ്റ് ചെയ്യും. പ്ലസ് ഒരു സ്പെസിഫിക് പീരീഡ് കഴിയുമ്പോൾ മെഷീനറി ആക്രി വിലക്ക് വിൽക്കും. അപ്പൊ നമ്മളുണ്ടല്ലോടാ, ഈ 3 ഹെഡിങ് എന്ത് ചെയ്യണം? നമ്മള് ഫില്ല് ചെയ്യണം. ഈ 3 ഹെഡിങ് ഫില്ല് ചെയ്യാനുള്ള ഡാറ്റാസ് പല രീതിയിലായിരിക്കും എന്തിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യനിൽ ഡാറ്റാസുകള് നമ്മൾ ഒരു ഡാറ്റ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ ആ എമൗണ്ട് ഇതിലാണ് വരിക, ഇതിലാണ് വരിക, ഇതിലാണ് വരിക എന്ന് മനസ്സിലാക്കണം. ഇതിലാച്ചാല് അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ഈ 3 ഹെഡിങ് നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതാം. എന്നിട്ട് എക്സാമിന് കിട്ടുന്ന ഓരോ ക്വസ്റ്റ്യന് കിട്ടുന്ന ഓരോ ഡാറ്റാസും അതാത് ഹെഡിങ്ങിന്റെ അടിയിൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ സോൾവ് ചെയ്യാം. ജസ്റ്റ് ഒരു ഞാനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതെന്റെ അപ്പൊ ഈ ഇൻഫ്ലോ ഫ്യൂച്ചർ ഭാവിയിൽ കിട്ടണതല്ലേ. ഇതിനൊക്കെ എന്ത് ചെയ്യും? പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരും. നമ്മൾ ഈ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മൾ നിൽക്കണ്ടായിരിക്കാം. ഒരു മെഷീനറി മേടിക്കുന്നതിന് മുന്നേ അല്ലടാ ഞാൻ NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. മെഷീനറി മേടിച്ച് ആക്രി വിലയ്ക്ക് വിൽക്കണ ആ ഒരു ഇയറിൽ നിന്നുകൊണ്ട് ഇത് നോക്കിയിട്ട് കാര്യമുണ്ടാ? മേടിക്കുന്നതിന് മുന്നേ അല്ലേ ഞാൻ പ്ലാനിങ് നടത്താം. അപ്പൊ ഇന്ന് ഞാൻ നിന്നിങ്ങനെ ആലോചിക്കും. എന്ത് ഇയർ 0ല് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 1,00,000 പോവും. ഈ 1,00,000 മെഷീനറിക്ക് വേണ്ടി പോയിട്ട് അടുത്ത 5 കൊല്ലത്തേക്ക് ഇത്ര സെയിൽ ഉണ്ടാവും. അപ്പൊ 5 കൊല്ലം ഓരോ ഇയർ എൻഡിൽ കിട്ടുന്ന സെയിൽ വാല്യൂനെ ഞാൻ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം. അപ്പൊ നോക്ക്, ആ ഫ്യൂച്ചർ സെയിൽസ് വാല്യൂ ഞാൻ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരെ. പ്ലസ് 5th ഇയർ എൻഡിൽ ഞാൻ ആക്രിക്ക് വിൽക്കും. അപ്പൊ 5th ഇയർ എൻഡിൽ എനിക്ക് എത്ര കിട്ടും? ഒരു സർട്ടൻ എമൗണ്ട് കിട്ടും. അതിന് എന്ത് ചെയ്യണം? ഞാൻ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരണം. അപ്പൊ എല്ലാ ഫ്യൂച്ചർ ഇൻഫ്ലോനെയും പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരും. അപ്പൊ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ആയി. ഇത് പിന്നെ ഓൾറെഡി പ്രസന്റ് വാല്യൂ തന്നെയാണല്ലോ. കാരണം നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ നെറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? NPV ഒന്നെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ ഈ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യനിൽ പോകാൻ പറ്റുമോ? ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ആദ്യം ഉണ്ടല്ലോ നിങ്ങൾ ഈ ഹെഡിങ്ങിലുള്ള ഡാറ്റാസുകൾ ഏതൊക്കെയെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് അപ്രോപ്രിയേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അതിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ ഉള്ള വഴി. ഓക്കെ. ഓക്കെ. നമുക്ക് എന്തായാലും വാമപ്പിന് വേണ്ടി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഫോളോയിങ് ബിസിനസ് പ്രപ്പോസൽ. സിമ്പിൾ സാധനം. NPയുടെ ബേസിൽ ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് 5,00,000 കയ്യിൽ നിന്ന് പോകുന്നു. അത് നമ്മുടെ 3 ഹെഡിങ്ങിൽ ഏതിലാ വരിക? ഇനീഷ്യൽ ഔട്ട്ഫ്ലോയിലാണോ? ആനുവൽ ഇൻട്രീം ക്യാഷ് ഇൻഫ്ലോയിലാണോ? ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോയിലാണോ? ഇനീഷ്യൽ ഔട്ട്ഫ്ലോ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ. ഈ മെഷീനറി മാത്രം മേടിച്ചാൽ മതി. ഈ മെഷീനറിയുടെ ഉള്ളിൽ ഞാൻ റോ മെറ്റീരിയൽസ് ഇടണം. ഈ റോ മെറ്റീരിയൽസ് മാത്രം ഇട്ടാൽ മതി. അത് പ്രോസസ് ചെയ്യാൻ ഡയറക്റ്റ് ലേബേഴ്സ് വേണം. ലേബർ വേണം. ലേബർ മാത്രം മതിയായി. ലേബർമാർക്ക് പണിയെടുക്കാൻ ഇലക്ട്രിസിറ്റി, റെന്റ്, തേങ്ങ, മാങ്ങ, ചക്ക അങ്ങനെ എല്ലാം വേണം. അപ്പൊ ഈ ബിസിനസ് റൺ ചെയ്യാൻ എനിക്ക് ഒരു സെർട്ടൻ എമൗണ്ട് വേണം.
വേണ്ടേ? അപ്പൊ ആ ബിസിനസ് റൺ ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സെർട്ടൈൻ എമൗണ്ട് വേണം, സെർട്ടൈൻ ക്യാപിറ്റൽ വേണം. ആ ബിസിനസ് വർക്ക് ചെയ്യാനുള്ള ക്യാപിറ്റലാണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഈ മെഷീനറി മാത്രം ഞാൻ കൊണ്ടുവന്നാ പോരാ. ആ മെഷീനറിയുടെ ഉള്ളിൽ വല്ലതും ഇടണ്ടേ? ഇട്ടിട്ട് ആ മെഷീനറി ആ റോ മെറ്റീരിയൽ ആരെങ്കിലും പ്രോസസ് ചെയ്യണ്ടേ? അപ്പൊ അതിനൊക്കെ വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ എത്ര? 1,00,000 ഞാൻ കൊണ്ടുവരണം. അപ്പൊ ഈ 1,00,000 എന്റെ കയ്യിൽ നിന്ന് പോവല്ലേ? ഇനീഷ്യൽ ഔട്ട്ഫ്ലോ അല്ലേ? പക്ഷേ ഈ 1,00,000ന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതൊരു 5 ഇയർ ആണ് മെഷീനറിയുടെ ലൈഫ് വിചാരിക്ക്. അപ്പൊ ഞാൻ മെഷീനറിക്ക് വേണ്ടി ഇയർ ബിഗിനിങ്ങില് 1,00,000 കൊടുന്നിട്ടു. അപ്പം ഇയർ എൻഡ് ആവുമ്പോൾ മെഷീനറി എനിക്ക് എന്തുണ്ടാക്കും? പ്രൊഡക്റ്റ് ഇണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ 1,00,000 കോസ്റ്റ് ഈ പ്രൊഡക്റ്റിന് വേണ്ടി ഇൻകർ ചെയ്തു. ഞാനിത് 1,00,000നാണോ വിൽക്കുക ഈ മെഷീനറി ഞാന്? സോറി ഈ പ്രൊഡക്റ്റ് ഞാന് 1,00,000 ചെലവായി എനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്രയോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇയർ എൻഡ് ആവുമ്പോൾ ഈ മൊത്തം പ്രൊഡക്റ്റ് ഞാൻ 1,00,000നാണോ വിൽക്കുക? ഒരു 1,00,000 പ്രോഫിറ്റ് കൂട്ടിയിട്ടല്ലേ വിൽക്കുക. സേ ഫോർ എക്സാമ്പിൾ ഒരു 1,50,000 വിറ്റു വിചാരിക്ക്. അപ്പൊ അപ്പൊ നോക്ക് ഇപ്പൊ ഞാന് ഏഹ് 1,00,000 ഞാൻ ഇറക്കി. ഇയർ എൻഡില് ഈ 1,00,000 ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് 1,50,000 വിറ്റു. അപ്പൊ എത്രയാ 50,000 അവിടെ എന്റെ ലാഭാണ്. അത് ഞാൻ എടുത്തിട്ട് ബാക്കി ഇതില് 1,00,000 എന്ത് ചെയ്യും? അടുത്ത ഇയർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ഇയർ എൻഡില് 1,50,000 സെയിൽ ഉണ്ടാക്കും. ആ 50,000 ലാഭം ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. ബാക്കി 1,00,000 എന്ത് ചെയ്യും? വീണ്ടും ഞാന് ഏഹ് അടുത്ത ഇയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ 5 ഇയർ ആണ് എന്ത് മെഷീനറിയുടെ ലൈഫ് അല്ലേ? അപ്പൊ ഈ 5th ഇയർ എൻഡില് ഇനി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മെഷീനറി ഇണ്ടാ അവിടെ? മെഷീനറി ഇണ്ടാ? മെഷീനറി ഇണ്ടാ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലേ പറയാ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാ. അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കട്ടെ. ഒന്നൂടി പറയാം. ശ്രദ്ധിച്ചേക്ക് ശ്രദ്ധിച്ചേക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ ഇയർ ബിഗിനിങ്ങിൽ നിൽക്കുകയാണ്. 1,00,000 എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഈ റോ മെറ്റീരിയൽസിനും ഡയറക്റ്റ് വേജസിനും ഡയറക്റ്റ് എക്സ്പെൻസിനും. ഇയർ എൻഡ് ആകുമ്പോൾ ഈ 1,00,000 യൂസ് ചെയ്തിട്ട് ഒരു 50,000 യൂണിറ്റ് എന്ത് ചെയ്തു? ഞാൻ ഉണ്ടാക്കി. ഈ 50,000 യൂണിറ്റ് 1,00,000നാണ് ഞാൻ വിൽക്കുക. ഞാൻ പുണ്യം കിട്ടാനല്ല ബിസിനസ് നടത്തുന്നത്. ലാഭം കിട്ടാനാ. 1,50,000 എന്ത് ചെയ്യും? ഞാൻ വിൽക്കും. 50,000 രൂപ എന്ത് ചെയ്യും? ലാഭാണ്. അത് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ ഭാര്യ മക്കൾക്കും അടിച്ചു പൊളിക്കാൻ കൊടുക്കും. എന്നിട്ട് അപ്പൊ ബാക്കി 1,00,000 എന്ത് ചെയ്യും? വീണ്ടും പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്. ഇപ്പൊ ഇയർ 1 എൻഡില് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ പോലെ ഇയർ 2 എൻഡില് എന്ത് ചെയ്യും? ഞാൻ ഏഹ് ഈ 1,00,000 യൂസ് ചെയ്യും. അപ്പൊ 1,00,000 യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ലാഭത്തിന് ഞാൻ വിൽക്കാം. 1,50,000 വിൽക്കും. വീണ്ടും നെക്സ്റ്റ് ഇയറിന് എന്ത് ചെയ്യും? ആ 50,000 വീട്ടിൽ കൊണ്ടുപോയി ബാക്കി 1,00,000 യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി 1,50,000 സെയിൽ ഉണ്ടാക്കി. അങ്ങനെ ഇയർ 5 വരെ ഞാൻ ചെയ്യും. അപ്പൊ ഇയർ 5 എൻഡ് ആവുമ്പോൾ ഈ 1,50,000 വീണ്ടും സെയിൽ ഉണ്ടാക്കി. അവന്ന് 50,000 വീട്ടിക്ക് പ്രോഫിറ്റ് കൊണ്ടുപോയി. ബാക്കി 1,00,000 എന്റെ കയ്യിലില്ലേ? ബാക്കി 1,00,000 എന്റെ കയ്യിലില്ലേ? ആ 1,00,000 എനിക്കിനി ഇൻവെസ്റ്റ് ചെയ്യാൻ മെഷീനറി ഇണ്ടാ? മെഷീനറി പൂട്ടി ആക്രി വിലക്ക് വിറ്റില്ലേ? അപ്പൊ 1,00,000 എന്റെ കയ്യില് ഒരു ക്യാഷ് ആയിട്ട് നിക്കല്ലേ? ത്രൂ സെയിലില് റിക്കവർ ചെയ്തിട്ട്. ഒന്നുല്ല. ഞാൻ ഇയർ ബിഗിനിങ്ങില് ഒരു 1,00,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു. ഈ 1,00,000 യൂസ് ചെയ്തിട്ട് എന്താക്കും? ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ആ പ്രൊഡക്റ്റ് 1,50,000 ഞാൻ വിറ്റു. ഓക്കെ, ഓക്കെ. ഒന്ന് പറഞ്ഞൂടെ? ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഇതെന്തിനാ ഇത്ര ഡയലോഗ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 1,00,000 ഇനി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മെഷീനറി ഇല്ല. കാരണം മെഷീനറി ഉണ്ടെങ്കിലല്ലേ റോ മെറ്റീരിയൽ മേടിക്കേണ്ടത്. റോ മെറ്റീരിയൽ മേടിച്ചാലല്ലേ ഡയറക്റ്റ് വേജസ് വരാ. ഡയറക്റ്റ് വേജസ് ഉണ്ടെങ്കിലല്ലേ ഡയറക്റ്റ് എക്സ്പെൻസ് വരാ. അപ്പൊ ഈ 1,00,000 എന്താണ്? ഇവിടെ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ആക്കി കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇയർ 5 എൻഡില് ഇത് ഇൻഫ്ലോ ആക്കി ഞാൻ കാണിക്കണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാല് ടെർമിനൽ വാല്യൂല് ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് പറഞ്ഞിട്ട് 1,00,000 കൂടി വരും. ഓക്കെ ആണോ അല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ അത് മതി. അത്രന്നെ ഉള്ളൂ. ഓക്കെ. അത് ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻസിലും അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഇനീഷ്യൽ ഔട്ട്ഫ്ലോയിൽ മാത്രം ഇമ്പാക്ട് വരത്തുള്ളൂ. ഇതിനെവിടൊക്കെ ഇമ്പാക്ട് വരും? ഇതിനെവിടൊക്കെ ഇമ്പാക്ട് വരും? ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. ബാക്കിയുള്ളവർ ഓക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. എനിക്ക് മെന്റലിസ്റ്റ് ഒന്നും അറിയില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ ഡൗട്ട് ഉള്ളത് ചോദിക്കണവനാണ് പഠിക്കാൻ ആഗ്രഹമുള്ളത്. അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുള്ളത്. അങ്ങനെ ആഗ്രഹമുള്ളവർക്കാണ് സക്സസ് കിട്ടത്തുള്ളൂ. അത് മനസ്സിൽ കീപ്പ് ചെയ്യുക. ഷൈ ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഓക്കെ. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്നിട്ട് അത് പാസ്സായി ജോലി കൊണ്ട് പോകും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇനീഷ്യൽ ആൻഡ് ഓക്കെ. ഇനീഷ്യൽ ടെർമിനൽ. ഓക്കെ. അത്ര തന്നെ ഉള്ള. ഓക്കെ. അയ്യേ സിമ്പിൾ. സാൽവേജ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ 3 ഇയേഴ്സ്. അത് എവിടെ വരുള്ളൂ? ആക്രി വിലക്ക് വിൽക്കുന്നു. അതെവിടെ വരാ?
ടെർമിനൽ വാല്യൂ ഇൻഫ്ലോയില്. ഓക്കെ. പിന്നെന്താ എല്ലാ കൊല്ലം 3,00,000 കിട്ടുന്നുണ്ട്. ഓക്കെ. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ക്യാഷ് ഇൻഫ്ലോ ബിഫോർ ടാക്സ് എന്നാ പറയണത്. ഏഹ് ഓക്കെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞാൽ ഡിസ്കൗണ്ടിങ് റേറ്റ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ അതാണ് 18% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഹ് ഓക്കെ. 40% പറയുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോടാ നമുക്ക് എന്താ ഒരു ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംഭവം കണ്ടുപിടിക്കലായിരിക്കും എന്തൊരു ഇച്ചിരി ടാസ്ക് ഉണ്ടായിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇത്ന്ന് പറഞ്ഞാല് ഇല്ലാത്ത എക്സ്പെൻസ് ഒക്കെ കുറച്ചിട്ടുള്ളതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഡിപ്രിസിയേഷൻ നമ്മൾ കുറച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറക്കും. എന്തിന് ടാക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്. കാരണം അത് ഇൻകം ടാക്സ് പ്രകാരം അലൗവബിൾ ആയിട്ടുള്ള എക്സ്പെൻസാ. എന്നാൽ ശരിക്കും ഡിപ്രിസിയേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാ? ഇല്ല. അപ്പൊ ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ ആദ്യം കുറക്കും. എന്നിട്ട് ടാക്സ് കുറച്ച് കഴിഞ്ഞാലോ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എമൗണ്ട് അല്ല. എന്ത് ഡിപ്രിസിയേഷൻ എമൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം പെർ ഇയർ ഡിപ്രിസിയേഷൻ കാണണം. അപ്പൊ ഞാനിതിങ്ങനെ എഴുതി പോണ്ടല്ലോ. ഇതില് കാട്ടി മതിയായിരിക്കും വിചാരിക്കണു. ഞാൻ എഴുതണെങ്കി ഒരുപാട് സമയം എടുക്കും അതാ. ഇപ്പൊ നോക്ക് ഫിക്സഡ് അസറ്റ് 5,00,000 വർക്കിംഗ് ക്യാപിറ്റൽ 1,00,000 എല്ലാരും പറഞ്ഞ പോലെ 6,00,000 ഇത് ഇന്നത്തെ വാല്യൂയാ. പ്രസന്റ് വാല്യൂ. ഇതിന് പ്രസന്റ് വാല്യൂ ഇട്ട് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി പ്രസന്റ് വാല്യൂ ആണ്. ഇത് കണ്ടുപിടിക്കലാണ് ടാസ്ക്. ഇപ്പൊ ഇവിടെ നോക്ക് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലൈഡ് ആണ് എന്ത് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ 3,00,000 3,00,000 3,00,000 ഇനി എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ കുറക്കണം. ഇവിടെ മെഷീനറിയുടെ വാല്യൂ എത്രയാണ്? 5,00,000 നമ്മൾക്കറിയാം WDV ആവുമ്പോൾ നമ്മളവിടെ സാൽവേജ് വാല്യൂ കുറക്കൊന്നുമില്ല. അപ്പൊ 5,00,000ന്റെ ഓരോ ഇയർ ഡിപ്രിസിയേഷൻ എത്ര വരിക? നിങ്ങൾക്കുണ്ടല്ലോടാ നിങ്ങൾക്ക് ഈ ട്രിക്ക് അറിയോന്ന് അറിയില്ല. അപ്പൊ ഓരോ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ കാണാൻ നിങ്ങൾ എന്ത് ചെയ്ത് ഇപ്പൊ ചിലര് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് 5,00,000 ഇൻറ്റു ഒരു ഇയറിന്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എത്രയാണ്? 40%. അപ്പൊ ചിലരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് 5,00,000 ഇൻറ്റു 40% ഡിപ്രിസിയേഷൻ അടക്കും. എത്ര? 2,00,000 ഫസ്റ്റ് ഇയറിൽ വരും. എന്നിട്ട് 2,00,000 5,00,000 നിന്ന് കുറച്ച് ബാക്കി റിട്ടേൺ ഓൺ വാല്യൂ എത്ര വരാ? 3,00,000 അതിന്റെ മേലെ 40% അടിക്കുക ചെയ്യാം. 1,20,000. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കണ്. ഈ വഴിയല്ലാതെ ഓരോ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ കാണാൻ വേറൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് അറിയോ അത്? അറിയുന്നുള്ളവര് അറിയും പറയാ. അല്ലാത്തവര് അല്ലാന്ന് പറയാ. ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ? ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5,00,000 ഒറിജിനൽ കോസ്റ്റ്. അതിന്റെ മേലെ ഡിപ്രിസിയേഷൻ അടക്കുക. എത്ര? 40% അല്ലേ? അപ്പൊ 2,00,000 വരും. ഏഹ് ആ 2,00,000 നിന്ന് പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓരോ കൊല്ലം ഡിപ്രിസിയേഷൻ കിട്ടാന് ആ ഡിപ്രിസിയേഷൻ റേറ്റ് കുറച്ചാൽ മതി. വെച്ചാൽ 2,00,000 40% കുറച്ച് നോക്ക് 1,20,000 വന്നു. അതല്ലേ നെക്സ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ. അതിന്ന് 40% കുറച്ച് നോക്ക് 72,000 വന്നു. അതല്ലേ നെക്സ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ. അങ്ങനെയും ചെയ്യാം. മനസ്സിലായോ? ഒന്നുകൂടി പറയണ. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിപ്രിസിയേഷൻ കുറക്കുമ്പോൾ എന്ത് കിട്ടും? ടാക്സിന് അടക്കാനുള്ള പ്രോഫിറ്റ് കിട്ടും. ടാക്സ് എത്ര? 30%. അത് കുറച്ച് കഴിഞ്ഞാല് 70,000 ആണ് വരാ. പക്ഷെ ശരിക്കും പറഞ്ഞാല് 70,000 ആണോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പ്രോഫിറ്റ്? അല്ല. ഇത് ശരിക്കും നമ്മുടെ കയ്യിന്ന് പോണതാണോ? അല്ല. പക്ഷെ ജസ്റ്റ് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാ കുറച്ചിട്ടുള്ളൂ. അപ്പൊ ഈ 1,00,000ന്ന് ടാക്സ് എമൗണ്ട് കഴിച്ചാല് ബാക്കി 70,000 ആണ് കയ്യിലുണ്ടാവാ. പ്ലസ് ഈ നമ്മുടെ കയ്യിന്ന് പോവാത്ത ഈ എമൗണ്ട് വരും. അപ്പൊ എത്ര? ടോട്ടൽ 2,70,000 വരും. ഇതെല്ലാം ഇല്ല ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ അങ്ങനെ വർക്കിംഗ് നോട്ട് ആക്കിയിട്ട് ആഹ് അല്ല നിങ്ങള് കാട്ടിക്കോ. അതിപ്പോ വലിയ സമയമൊന്നും ഇല്ലല്ലോ. പറഞ്ഞ പോലെ. അപ്പൊ ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. വർക്കിംഗ് നോട്ട് അതിന് ആക്കിയിട്ട് തന്നെ കാട്ടിക്കോ. ലൈക്ക് ഡിപ്രിസിയേഷന്റെ എമൗണ്ട്. ഇപ്പൊ നോർമലി ഇത് സജസ്റ്റഡ് ആൻസർ ആണ്. ഇതിലങ്ങനെ കാട്ടിയിട്ടില്ല. ബട്ട് അത് കാട്ടിക്കോ. നമുക്ക് റിസ്ക് കുറക്കണതിന്റെ ഭാഗമായിട്ട്. ഓക്കെ. അല്ല അന്ന് ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൂന്നുള്ളൂ. ഇപ്പൊ ചിലർക്കുണ്ടല്ലോ വർക്കിംഗ് നോട്ട് എഴുതാൻ സമയമില്ല. എന്നാ അറ്റ കൈ ഇള്ളെങ്കിൽ ഇള്ളത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞൂന്നുള്ളൂ. ഞാനീ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യണ്ട. നിങ്ങള് നോട്ട് എഴുതിയിട്ട് തന്നെ ചെയ്താൽ മതി. നമ്മള് റിസ്ക് എടുക്കണ്ട. എപ്പോഴും മാക്സിമം നോട്ട് പക്കായി കൊടുക്കുക. കാരണം ICI ചില പേപ്പർ കാണുമ്പോ തോന്നും മാർക്ക് കുറക്കാൻ എന്തെങ്കിലും കാരണം നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതിനുള്ള സിനാരിയോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പൊ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ഏറിപ്പോയേ വരത്തുള്ളൂ നോട്ട് എഴുതാൻ. അപ്പൊ നോട്ട് എഴുതിയിട്ട് തന്നെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തന്നൂന്നുള്ളൂ. അത് നിങ്ങൾ എക്സാമിന് ഉപയോഗിക്കണ്ട. ഓക്കെ. അപ്പൊ അങ്ങനെ എന്ത് കിട്ടി? 2,00,000 അപ്പൊ ഇതാണ് എന്ത് നമുക്ക് ക്യാഷ് ആയിട്ട് ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് കഴിച്ചിട്ടുള്ള ഓരോ ഇയറിലും കിട്ടുന്ന പ്രോഫിറ്റ്. ക്യാഷ് പ്രോഫിറ്റ്. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഓക്കെ ആണോ? വേഗം ഇപ്പൊ 45 മിനിറ്റ് ആയി. 45 അല്ല 40. ഡൗട്ട് ഉണ്ടെങ്കി ഇണ്ട് പറ. ഓക്കെ.
അപ്പൊ ഇത് നോക്കടാ, ഇത് ഇയർ 1 എൻഡിൽ കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ. ഇത് ഇയർ 2 എൻഡിൽ കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ. ഇത് ഇയർ 3 എൻഡിൽ കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ. അപ്പൊ നോക്കടാ, ഇവരുണ്ടല്ലോ ഓൾറെഡി ഡിസ്കൗണ്ടിങ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ പാടുള്ളൂ ട്ടാ. അപ്പൊ ഇതെന്താണ്, ഇയർ 1 എൻഡിലുള്ള വാല്യൂവിനെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരാനുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണിത്. ഇത് ഇയർ 2 എൻഡിലുള്ള ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരാനുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണിത്. ഇത് ഇയർ 3 എൻഡിലുള്ള ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരാനുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണിത്. അപ്പൊ എന്ത് ചെയ്യ്, ഇത് ഉപയോഗിച്ചിട്ട് നമ്മള് ഫ്യൂച്ചർ വാല്യൂ അറ്റ് എൻഡ് ഓഫ് ഇയർ 1നെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരും. ഇത് ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ വാല്യൂ അറ്റ് എൻഡ് ഓഫ് ഇയർ 2നെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരും. ഇത് ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ വാല്യൂ അറ്റ് എൻഡ് ഓഫ് ഇയർ 3നെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരും. അങ്ങനെ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് എത്ര വരും? 5,46,454 വരും. ഓക്കെ ആണോ? ഫുൾ എമൗണ്ട് എഴുതുന്നതിന് പകരം ലാക്സ് എന്ന് മെൻഷൻ ചെയ്താൽ മതിയോ? ആ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇൻ ലാക്സ് എന്ന് മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ പോയിന്റ് ആ ലാക്കിനുള്ള ഫുൾ ഇടണം. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാല് ഇപ്പൊ ലാക്കൊക്കെ ആണെങ്കിൽ ഫുൾ എഴുതുന്നതാണ് അപ്രോപ്രിയേറ്റ്, ഇൻ റുപ്പീസ് എന്ന് ഇവിടെ എഴുതിയിട്ട്. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഐസിഐ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ക്രോർസിനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ലാക്കിനും ചെയ്തിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസിന്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫുൾ എഴുതാണ് നല്ലത്. കാരണം നമ്മൾ പോയിന്റുകൾ പരമാവധി ഒഴിവാക്കാനാണ് നോക്കേണ്ടത്. കാരണം നമ്മൾ പോയിന്റുകളിൽ എഴുതാൻ നോക്കി നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു 0 എടുക്കാനാ ഒരു പ്രശ്നം വരും. ഇപ്പൊ പോയിന്റ് ഒഴിവാക്കുന്നതാണ്. ഇപ്പൊ ഞാൻ എക്സാമിനൊക്കെ ആണെങ്കിലും ഞാൻ പോയിന്റ് ഒഴിവാക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പോയിന്റ് ഒഴിവാക്കാനാണ് ഞാൻ പറയാ. എന്ന് വെച്ചാൽ ഫുൾ ലാക്സിലൊക്കെ ആണെങ്കിൽ ഫുൾ എമൗണ്ട് എഴുതണം. അങ്ങനെ എഴുതിയാൽ മതി. മറ്റു എഴുതിയ വിഷയമില്ല, അങ്ങനെ സെഡിമെറ്റിൽ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ഫുള്ളിൽ എഴുതിയാൽ മതി. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനീഷ്യൽ ഔട്ട്ഫ്ലോന്റെ വാല്യൂ കിട്ടി. ഇനീഷ്യൽ ഔട്ട്ഫ്ലോന്റെ വാല്യൂ കിട്ടി. ഇന്ററിം ക്യാഷ് ഇൻഫ്ലോന്റെ വാല്യൂ കിട്ടി. പ്രസന്റ് വാല്യൂ കിട്ടി. ഇനി എന്താ ടെർമിനൽ വാല്യൂന്റെ ആവശ്യമുള്ളൂ? എത്രയാണ് ടെർമിനൽ വാല്യൂ? എത്ര കിട്ടുന്നുണ്ട്? 2 ലാക്ക് കിട്ടുന്നില്ലേ? പക്ഷെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന ലാഭം. ഇപ്പോ റിട്ടേൺ ഓൺ വാല്യൂ എത്രയാണ്? അറ്റ് എൻഡ് ഓഫ് ഇയർ 3 എത്ര വരിക റിട്ടേൺ ഓൺ വാല്യൂ എന്ന് പറഞ്ഞേ? നിങ്ങളുടെ നോളജ് കുറച്ച് നോക്കട്ടെ. റിട്ടേൺ ഓൺ വാല്യൂ ആസ് പെർ ഇൻകം ടാക്സ് അറ്റ് എൻഡ് ഓഫ് ഇയർ 3 എത്ര വരാ? 5 ലാക്ക് ആണ് ഇയർ ബിഗിനിങ്ങിലത്തെ വാല്യൂ. ഓരോ ഡിപ്രിസിയേഷൻ എത്ര? 40%. അപ്പൊ ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ 5 ലാക്കിൽ നിന്ന് 40% കുറക്കുമ്പോൾ റിട്ടേൺ ഓൺ വാല്യൂ അറ്റ് എൻഡ് ഓഫ് ഇയർ 1 കിട്ടി. ഇനി സെക്കൻഡ് ഇയർത്തെ ഡിപ്രിസിയേഷൻ കുറക്കാൻ 3 ലാക്കിൽ നിന്ന് 40% കുറച്ചാൽ മതി. അപ്പൊ എത്ര? 1,80,000 കിട്ടി. റിട്ടേൺ ഓൺ വാല്യൂ അറ്റ് എൻഡ് ഓഫ് ഇയർ 2. ഇനി ഇയർ 3ത്തെ ഡിപ്രിസിയേഷൻ കുറക്കാൻ ഇയർ 2 ഓപ്പണിംഗ് വാല്യൂ ആയ 1,80,000 നിന്ന് 40% കുറച്ച് കഴിഞ്ഞാൽ 1,80,000. ഇതെന്താ പണി? ഇതൊക്കെ നിങ്ങൾ അക്കൗണ്ട്സിലും ഡിടിയിലും ഒക്കെ പഠിക്കണ സംഭവല്ലേ? WDV പ്രകാരം ഡിപ്രിസിയേഷൻ. അതെന്താ നിശ്വക്ക് കിട്ടാത്തത്? ഓക്കെ, അപ്പൊ 1,08,000 വാല്യൂ ഉള്ള സാധനം 2 ലാക്കിന് വിൽക്കുമ്പോൾ നമുക്ക് എത്ര ഗെയിൻ വരുന്നത്? ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോഴുള്ള ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ എത്ര വരുന്നത്? 1,08,000 വാല്യൂ ഉള്ള ഒരു ഫിക്സഡ് അസറ്റ് 2 ലാക്കിന് വിൽക്കുമ്പോൾ എനിക്ക് അവിടെ ക്യാപിറ്റൽ ഗെയിൻ എത്ര വരുന്നത്? Ta-da-da-da. 92,000. ആ ഗെയിനിന്റെ മേലെ ടാക്സ് അടക്കണ്ടേ? എത്ര ടാക്സ് എമൗണ്ട് വരിക? ഒന്ന് വോയിസ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി, ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. എത്ര? 92,000 ഇൻറ്റു 30%. അപ്പൊ 27,600. അപ്പൊ നോക്കടാ, ഈ 2 ലാക്ക് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നുണ്ട്. ആ 2 ലാക്കിൽ നിന്ന് 27,600 എന്ത് ചെയ്യണം? കുറക്കണം. കാരണം ടാക്സ് ആയിട്ട് പോകും. പിന്നെ 1 ലാക്ക് നമുക്കെന്താ? റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതില്ലേ? അത് ഇൻഫ്ലോ ആയിട്ട് വരും. അപ്പൊ ടെർമിനൽ എന്ന് വെച്ചാൽ ആ പ്രൊജക്ട് എൻഡ് ചെയ്യുന്ന ടെർമിനേറ്റ് ചെയ്യുന്ന ഇയറിൽ എനിക്ക് എത്ര ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്? 2,72,400. ഇത് ഇയർ 5 എൻഡിലത്തെ വാല്യൂയാ. അപ്പൊ ഇയർ 5 എൻഡിലത്തെ വാല്യൂനെ പ്രസന്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇയർ 5 എൻഡിലത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഞാൻ യൂസ് ചെയ്യണം, വേണ്ടേ? ഇയർ 5 എൻഡിലത്തെ സോറി 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 5 അല്ല, തേർഡ് തേർഡ് എത്രയാണ്? 0.6086. അപ്പൊ എത്ര? 19% വാല്യൂ കിട്ടി. അപ്പൊ നോക്ക്, നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഓൾറെഡി ഇത് പ്രസന്റ് വാല്യൂ ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഇന്ററിം ക്യാഷ് ഫ്ലോ കിട്ടി. പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ വാല്യൂ കിട്ടി.
അപ്പൊ NPV എത്രയാണ് വരുന്നത്? പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പൊ എന്താ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ഈ മെഷീനറി 18%-നെക്കാളും സോറി 18%-നെക്കാളും റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ? അപ്പൊ ഈ പ്രൊജക്ട് അല്ലെങ്കിൽ മെഷീനറി എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തൂടെ? പക്കാ സിമ്പിൾ അല്ലേ? ഏതെങ്കിലും ഓക്കെ ഓക്കെ മതി മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇച്ചിരി ഇതും സിമ്പിൾ തന്നെയാണ്. IRR കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കുണ്ടല്ലോ ഇവിടെ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞു IRR കണ്ടുപിടിക്കണമെങ്കിൽ നെഗറ്റീവ് NPV സീറോക്ക് അടുത്തുള്ള ഒരു ഡിസ്കൗണ്ടിങ് റേറ്റിംഗ് കണ്ടുപിടിക്കണം. പോസിറ്റീവ് NPV സീറോക്ക് അടുത്തുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കണം. ആ രണ്ട് ഡിസ്കൗണ്ടിങ് റേറ്റിലുള്ള NPV യൂസ് ചെയ്തിട്ട് IRR ഇന്റർപോളേഷൻ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? IRR കിട്ടും. അപ്പൊ ഇവിടെ നോക്ക്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 lakh തന്നിട്ടുണ്ട് വെച്ചാൽ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ, അതുപോലെ തന്നെ ഇൻക്രിമെന്റൽ ഇൻഫ്ലോ ബിഫോർ ഡിഡക്ഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ടാക്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഓരോ ഇയർത്തെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ടാക്സ് കുറച്ചിട്ട് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ട് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കാണണം. സ്ക്രാപ്പ് വാല്യൂ 1 lakh ആണ് ഈ മെഷീനറിയുടെ. സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ് ഡിപ്രീസിയേഷൻ അലോ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ ടാക്സ് റേറ്റ് 40% ആണ്. എക്സ്പെക്ടഡ് റിട്ടേൺ 10% ആണ്. അപ്പോ ഇതിൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഓരോ ഇയറിലും വ്യത്യാസമായിരിക്കും. അല്ലല്ലോ. സോറി, സ്ട്രേറ്റ് ലൈൻ ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ ഞാൻ പെട്ടെന്ന് വായിച്ചത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 lakh മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര? 5 lakh മൈനസ് 1 lakh എത്ര? 4 lakh. 4 lakh ബൈ 5 എത്ര? 20,000. അല്ല അല്ല 4 lakh ബൈ 5 20 അല്ല 80,000. അപ്പൊ ഓരോ കൊല്ലം ഡിപ്രീഷൻ എത്ര കുറക്കും? ഇത്ര കുറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിപ്രീഷൻ കുറച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ പ്രോഫിറ്റ് കിട്ടും. ടാക്സ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ 70,000 28,000 കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിന്റെ കൂടെ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്തിട്ട് എത്ര കിട്ടും? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? 80,000 ഡിപ്രിസിയേഷൻ പറഞ്ഞാല് ഓക്കെ. ഇല്ല. ഓക്കെ. അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഇതെന്താ ഇവിടെ 2,20,000 വില സ്ക്രാപ്പ് വാല്യൂ ലൈക്ക് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. ഏഹ് ഇവിടെ ഗെയിൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ടാക്സ് വരത്തില്ല. അപ്പൊ 1 lakh ഫുൾ എന്താ കമ്പനിക്ക് ഇൻഫ്ലോ ആണ്. അപ്പൊ 1,20,000 പ്ലസ് 1 lakh 2,22,000. ഇതും സിമ്പിൾ ആണ്. ഓക്കെ, ഇനി എന്താ? അപ്പൊ ഇത് സെറ്റ്. ഇനി IRR കണ്ടുപിടിക്കാണ്ടല്ലോ നമുക്ക് രണ്ട് ഡിസ്കൗണ്ടിങ് റേറ്റ് ട്രയൽ ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ഡിസ്കൗണ്ടിങ് റേറ്റിൽ പോസിറ്റീവ് NPV ഒരെണ്ണത്തിൽ നെഗറ്റീവ് NPV വരണം. കാരണം അതിന്റെ ഇടയിലാണ് എന്തുണ്ടാവുക? നമ്മുടെ IRR ഉണ്ടാവുക. അപ്പൊ ഇവരുണ്ടല്ലോ ഒരു ടേബിൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിലേതെങ്കിലും രണ്ട് റേറ്റിംഗിൽ യൂസ് ചെയ്യുക. അപ്പൊ 10% ചെയ്യുമ്പോൾ പോസിറ്റീവ് NPV. അപ്പൊ നമുക്ക് നെഗറ്റീവ് NPV കിട്ടണമെങ്കിൽ അപ്പൊ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ആ പ്രൊജക്ട് 10%-നേക്കാളും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യണമെന്നാണോ ഇല്ലാന്നാണോ? കൂടുതൽ കുറവെന്നാണോ പോസിറ്റീവ് NPV വന്നപ്പോ? NPV 24,480 വരുമ്പോൾ ആ പ്രൊജക്ട് 10%-നേക്കാളും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നതാണോ കുറവ് ജനറേറ്റ് ചെയ്യുന്നതാണോ? കൂടുതൽ റിട്ടേൺ. എന്താ ബാക്കിയുള്ളവരൊന്നും പറയാത്തത്? ഓക്കെ, മോർ. അപ്പോ നമ്മൾ പറഞ്ഞു സീറോക്ക് അടുത്തുള്ള പോസിറ്റീവ് NPV ആണ് വേണ്ടത്. നിങ്ങൾ 11% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതല്ലേ സീറോക്ക് അടുത്തുള്ള പോസിറ്റീവ് NPV വരുന്നത്. എന്നാൽ 12% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ സീറോക്ക് അടുത്തുള്ള നെഗറ്റീവ് NPV വന്നു. അപ്പോൾ ഇന്റർപോളേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ വിചാരിക്കുന്നു. ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് പ്ലസ് NPV അറ്റ് ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് മൈനസ്. അപ്പോ ഇപ്പൊ നോക്കടാ, 11% പോസിറ്റീവ് NPV-യും 12% നെഗറ്റീവ് NPV എന്തോ ഇൻഡിക്കേറ്റ് ചെയ്യണത്? 11-നും 12-നും ഇടയിലുള്ള ഏതോ ഒരു റേറ്റിലാണ് എന്ത് NPV സീറോ വരുന്നത്. ആണോ അല്ലേ? ഞാനിപ്പോ ഈ പറഞ്ഞത് ആണോ അല്ലേ? NPV സീറോ വരുന്നത് ഏത് റേറ്റിലാണോ ആ റേറ്റിലെ IRR. അതിനാണ് കുഞ്ഞ് എക്സാമ്പിൾ ഒക്കെ ഞാൻ കാട്ടി തന്നത്. ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായില്ലേ എന്ന് എല്ലാരും ഒന്ന് പറഞ്ഞേ. യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. നോ ആണെങ്കിൽ നോ തന്നെ പറഞ്ഞോ. 11-ന്റെയും 12-ന്റെയും ഇടയിലുള്ള ഒരു റേറ്റിലല്ലേ NPV സീറോ വരിക. അപ്പൊ IRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11% 12% ഇടയിലുള്ള ഒരു റേറ്റ് ആയിരിക്കണ്ടേ?
വേഗം പറ, വേഗം പറ. ഓക്കെ. അപ്പൊ എൻ അപ്പൊ ഓക്കെ. അപ്പൊ ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ത് ചെയ്യണം? അപ്പൊ 11% മേലെയാണ് നിങ്ങൾ ഓൾറെഡി സംസാരിച്ചു. അപ്പൊ ആദ്യം 11% പ്ലസ് പിന്നെന്താ എൻപിവി അറ്റ് ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ്? ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് പ്ലസ് എൻപിവി അറ്റ് ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് ഡിവൈഡഡ് ബൈ എൻപിവി അറ്റ് ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് മൈനസ് എൻപിവി അറ്റ് ഹയർ ഡിസ്കൗണ്ടിങ് റേറ്റ് ഇൻറ്റു ഹയർ ഡിസ്കൗണ്ടിങ് റേറ്റ് മൈനസ് ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ്. ഇതാണ് ഇന്റർപോളേഷൻ ഇക്വേഷൻ. ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയാണ്? 11%. എൻപിവി അറ്റ് ലോവർ ഇപ്പൊ നോക്ക് 11ഉം 12 അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. 11 ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് 12നേക്കാളും. അപ്പൊ 11ൽ എത്രയാണ് എൻപിവി വരുന്നത്? 10212 ഹോൾ ഡിവൈഡഡ് ബൈ എൻപിവി അറ്റ് ലോവർ ഡിസ്കൗണ്ടിങ് റേറ്റ് 10212 മൈനസ് എൻപിവി അറ്റ് ഹയർ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്ര? -3490 ഇൻറ്റു 11 മൈനസ് 12 1%. ഓക്കെ. അപ്പൊ 11% പ്ലസ് 10212 ഇത് മൈനസും മൈനസും പ്ലസ് ആവും. ബേസിക് മാത്സ് ആണ്. 13702 ഇൻറ്റു 1% എത്ര? 10212 ഡിവൈഡഡ് ബൈ 13702 ഇൻറ്റു 1% പ്ലസ് എത്ര? 11.75. ലൈക്ക് 11.745 ആണ് വരുന്നത്. അത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്താക്കാം? 11.75% ആക്കാം. അതിനല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നോക്ക്, ഇവിടെ കമ്പനിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 10%. എന്നാൽ ഈ പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 11.75%. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ? ഈ 11.75 കിട്ടിയത് ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുണ്ടല്ലോടാ, ഈ 11.75 നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കി. എക്സാക്ട്ലി എൻപിവി എന്ത് വരും? 11.75% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എൻപിവി 0 വരും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ആക്സെപ്റ്റ് അല്ലേ? IRR ഗ്രേറ്റർ ദാൻ എക്സ്പെക്ടഡ് റിട്ടേൺ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇച്ചിരി ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ഫോക്കസ് ചെയ്തൊന്ന് വായിച്ച് തന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു റേറ്റിംഗ് അറിയാൻ വേണ്ടി അതൊന്ന് ഫോക്കസ് ചെയ്ത് വായിച്ചിട്ട് ഇത് മുന്നേ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈസിയാണ് എളുപ്പമാണ് എന്താണെന്ന് പറ. ആദ്യം ഇങ്ങൊന്ന് വായിച്ച് മനസ്സിലാക്ക്. അല്ലെങ്കിൽ ഞാൻ കൂടെ വായിക്കാം. ഗോൾഡ് വയർ കമ്പനി ലിമിറ്റഡ് പ്രൊഡ്യൂസേഴ്സ് എ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ്. ഇത് നിങ്ങളുണ്ടല്ലോടാ, ഇതിലത്തെ ഡിസ്ക്രിപ്റ്റീവ് സംഭവങ്ങളൊക്കെ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യണ്ട. അത് ഒരു ആനത്തല എന്നുള്ള രീതിയിൽ പറയും. അതൊക്കെ വെറുതെ തട്ടിപ്പാണ്. ഇതിലത്തെ നമ്പറുകൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി ശ്രദ്ധിക്കാൻ നോക്കാം. ലാസ്റ്റ് ഇയർ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ കമ്പനി ഡിസൈൻഡ് ആൻഡ് പ്രോട്ടോടൈപ്ഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മോഡൽ ഓഫ് ദ ചിപ്പ്. ഈ പ്രോട്ടോടൈപ്പ് ഒക്കെ കേൾക്കുമ്പോൾ ചിലരുടെ കയ്യും കാലം കൊണ്ട് വിറക്കും. The marketing department of the company made a forecast that it would be able to sell 8,000 units of new chip in the next year. അപ്പൊ നമ്മളിപ്പോ ഇയർ ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത് വിചാരിക്ക്. ഈ ഇയർ എൻഡിലോട്ട് ആവുമ്പോഴേക്കും 8,000 ക്വാണ്ടിറ്റി വിൽക്കാൻ പറ്റുമെന്നാണ് കമ്പനി വിചാരിക്കുന്നത്. എന്തേലും ആവട്ടെ, നോക്കാം. ഹവർ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഈ 8,000 യൂണിറ്റ് വിൽക്കണമെങ്കിൽ കമ്പനി അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വുഡ് ബി റിക്വയർ. ഒരു മെഷീനറി മേടിക്കണം. ആ മെഷീനറിയുടെ വാല്യൂ എത്രയാണ്? 25 ലാക്ക്. അപ്പൊ ഇനീഷ്യൽ ഔട്ട് ഫോർ 25 ലാക്ക് വരില്ലേ? വരും. ആൻഡ് ദാറ്റ് വുഡ് ഹാവ് എൻ എക്കോണമിക് ലൈഫ് ഓഫ് 4 ഇയേഴ്സ്. ആ മെഷീനറിക്ക് 4 ഇയർ എന്ത് ലൈഫ് ഉണ്ട്. ദ സാൽവേജ് വാല്യൂ ഓഫ് ദ മെഷീൻ അറ്റ് എൻഡ് ഓഫ് 4 ഇയർ. 4 ഇയർ ലൈഫ് കഴിഞ്ഞാൽ ആക്രി വിലക്ക് വിൽക്കാനല്ലേ കൊള്ളത്തുള്ളൂ. നില്ലാണ്, ഒന്നുമില്ല. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഇൻഫോം ദാറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 4 ഇയേഴ്സ് ദർ വുഡ് ബി സർട്ടൻ അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊമോഷണൽ എക്സ്പെൻസസ് നെസസറി ഫോർ സെല്ലിംഗ് ന്യൂ ചിപ്പ്. ഈ 8,000 ക്വാണ്ടിറ്റി വിൽക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഇയറിലും 8,000 ക്വാണ്ടിറ്റി വിൽക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഇയറിലും അഡ്വർടൈസ്മെന്റും പ്രൊമോഷനും ആയിട്ട് ഇത്ര എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? ഇൻകർ ചെയ്യും. അപ്പൊ ഓരോ ഇയറിനും 8,000 വിറ്റിട്ട് കിട്ടുന്ന സെയിലിൽ നിന്ന് ഈ എമൗണ്ട് എക്സ്പെൻസ് കുറയത്തില്ലേ? പക്കാ കോമൺ സെൻസ്. ഓക്കെ. ഓക്കെ. ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സെല്ലിംഗ് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ആൻഡ് സെല്ലിംഗ് ഈച്ച് യൂണിറ്റ് ഓഫ് ന്യൂ ചിപ്പ് ഈസ് 250 രൂപ. എന്ന് വെച്ചാൽ വേരിയബിൾ കോസ്റ്റ് 250 രൂപയാണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്ര തന്നിട്ടില്ല കേട്ടാ. 8,000 യൂണിറ്റ് വിൽക്കുന്ന പറയണത്, എത്ര രൂപക്കാ വിൽക്കുന്നു പറഞ്ഞിട്ടില്ല. ഓക്കെ. Additional fixed operating cost to be incurred because of this new product are budget of 75,000 per year. ഓക്കെ. ഓരോ ഇയറിലും ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിന് പുറമെ 75,000 ആണ്.
എ ഡിസ്കൗണ്ടഡ് റേറ്റ് ഓഫ് 15% ആഫ്റ്റർ ടാക്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് ചാപ്റ്ററിൽ ടാക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. അപ്പൊ 15% ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി റിട്ടേൺ ജനറേറ്റ് അല്ലെ എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്പനി ഈ 8,000 രൂപ എല്ലാ കൊല്ലം വിറ്റിട്ട് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, 15%. Okay. Advise as to what would be the selling price per unit of the new chip that may be fixed with a view to obtaining desired rate of investment. The tax rate of the company is 40%. Depreciation straight line എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര രൂപക്ക് 8,000 ക്വാണ്ടിറ്റി വിൽക്കണം സച്ച് ദാറ്റ് 15% ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ആർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം, കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിൽ നിന്ന് 15% റിട്ടേൺ കിട്ടുന്ന രീതിയിൽ റിട്ടേൺ കിട്ടണമെങ്കിൽ എത്ര രൂപ പെർ യൂണിറ്റിന് സെല്ലിംഗ് പ്രൈസ് കീപ്പ് ചെയ്യണം. ആരെങ്കിലും ക്വസ്റ്റ്യൻ പിന്നെ ചെയ്തിട്ടുണ്ടോ? പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലൈക്ക് നിങ്ങളുടെ ഇപ്പത്തെ ഒരു ഇംപ്രഷനും ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇംപ്രഷൻ എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇത് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? നിശ്വ, യെസ്, അത് മുന്നേ അയച്ചതല്ലേ. ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാല് ഇതുവരെ ചെയ്യാത്ത ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ എക്സ്ട്രാ ഓർഡിനറി ആണോ എന്ന് അറിയില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫോക്കസ് ചെയ്ത് വായിക്കണമെങ്കിൽ വായിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇൻഡയറക്ട്ലി ഈ ഒരു പോയിന്റിലൂടെ കമ്പനി ശ്രമിക്കണത് എന്താ, ഈ പ്രൊജക്റ്റിൽ നിന്ന് 15% റിട്ടേൺ മതി എന്നല്ലേ. എന്ന് വെച്ചാൽ ഈ പ്രൊജക്ട് 15% റിട്ടേൺ ജനറേറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ 15% റിട്ടേൺ പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത്, സെല്ലിംഗ് പ്രൈസ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോ ഈ പ്രൊജക്ടിന്റെ IRR എന്താവണം എന്നാ പറയണത് ഇൻഡയറക്ട്ലി കമ്പനി. IRR എന്താവണം എന്നാ പറയുന്നത് കമ്പനി ഇൻഡയറക്ട്ലി. %15 ആവണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, മനസ്സിലായ? ഈ കമ്പനിക്ക് 15% റിട്ടേൺ ആണ് വേണ്ടത്. അപ്പൊ 15% റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിനും എത്ര സെല്ലിംഗ് പ്രൈസ് വേണമെന്നാണ് കമ്പനിയുടെ ചോദ്യം, ക്വസ്റ്റ്യനിലെ ചോദ്യം. അപ്പോ 15%-ല് NPV 0 ആകുന്ന രീതിയിലായിരിക്കണം ഓരോ യൂണിറ്റിന് എന്ത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ ആവണം. അപ്പൊ നമ്മള് അറ്റ് ദ റേറ്റ് ഓഫ് 15% പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കാണാം, സോറി പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ കാണാം, അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ക്യാഷ് ഫ്ലോ കാണാം. അവിടെ NPV 0 വരുന്ന രീതിയിൽ എത്രയാണോ ആ സെയിൽ എമൗണ്ട് വരേണ്ടത് അത് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. ഞാൻ സോൾവ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്നൊന്ന് പറഞ്ഞു നിങ്ങള്. അതിനിപ്പോ വലിയ പണിയൊന്നുമില്ല. അത് എത്ര വരിക ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ? ഇതിലെനിക്ക് ഫാത്തിമ അല്ലാതെ ആരൊക്കെ ചെയ്യാതിരുന്നിട്ടുണ്ട്? ഇപ്പോ നിശ്വ ചെയ്തിട്ടുണ്ട് പറഞ്ഞ്. നിശ്വ അല്ലാതെ അല്ലെങ്കിൽ നിശ്വ അല്ലാതെ ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ. ഇത് ഞാൻ ചോദിക്കാൻ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കും, പക്ഷെ സിമ്പിൾ ആണ്. അപ്പോ അത് ആരൊക്കെ ചെയ്യാത്തവരുണ്ട് എനിക്ക് ആദ്യമേ അറിയാൻ വേണ്ടിട്ടാ. നിശ്വ ചെയ്തിട്ടുണ്ട്, വേറെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ പറയടാ, സമയം പോണ്. എനിക്ക് അതിൽ വേറെ പണി. 25 ലാക്ക്, അതിലായിരിക്കും എന്താ വലിയ പ്രശ്നങ്ങളില്ല. 25 ലാക്ക് കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. ഇവിടെ ഉണ്ടല്ലോടാ ഈ ഇന്ററിം ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കലാണ് ടാസ്ക്. ഇപ്പൊ നമുക്ക് ഓരോ ഇയർത്തെയും സെയിൽ വാല്യൂ എത്രയെന്ന് അറിയില്ല. നമുക്ക് യൂണിറ്റ്സ് അറിയാം, 8,000 യൂണിറ്റ്. 8,000 യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് അല്ലേ നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷെ ആ സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ സെയിൽ വാല്യൂ നമുക്കറിയില്ല, ടോട്ടൽ സെയിൽ വാല്യൂ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് എക്സ് ആയിട്ട് കൊടുക്കും. അതിലായിരിക്കും വിഷയമില്ലല്ലോ. പിന്നെ ബാക്കി ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യാം നമുക്കറിയാം. ഒരു എല്ലാ കൊല്ലം സെയിൽസ് നിന്ന് എന്താ നമ്മൾ നോർമലി ഓർക്കുക, വേരിയബിൾ കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻ, അഡീഷണൽ ഫിക്സ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ നമുക്ക് എന്തിന്ന് കിട്ടും, ക്വസ്റ്റിൽ നിന്ന് കിട്ടും ഇല്ലേ. വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 8,000 യൂണിറ്റ് നമുക്കറിയാം. അപ്പൊ 8,000 ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ ഇവിടെ നമ്മൾ ടോട്ടൽ സെയിൽ വാല്യൂ ആണ് എക്സ് ആക്കി എടുത്തിട്ടുള്ളത്.
അപ്പൊ ഇവിടെയും ടോട്ടൽ വേണ്ട എടുക്കാന്. അപ്പൊ ഈ എമൗണ്ട് ഒക്കെ എന്താ പക്കയല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തുണ്ടാ? ഇത് എക്സ് ആക്കി കൊടുത്തു. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻസിന്ന് നോട്ട് ഡൗൺ ചെയ്തെടുത്തു. അത്രേ ഉള്ളോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഓക്കെ ആണോ? ഇപ്പൊ നോക്ക് വേരിയബിൾ കോസ്റ്റ് 250 ആന്ന് പറയുന്നുണ്ട്. എല്ലാ കൊല്ലം 250 തന്നെയല്ലേ വരാ? എല്ലാ കൊല്ലം 8,000 ആണ് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 8,000 ഇൻടു 250 അല്ലേ വരാ? അഡ്വർടൈസ്മെന്റ് ഓരോ കൊല്ലം തന്നിട്ടുണ്ട്. അത് നമ്മള് നേരെ അങ്ങട് എടുത്ത് എഴുതി. പ്രൊമോഷനും ഓരോ കൊല്ലത്തെ നേരെ അങ്ങട് എടുത്ത് എഴുതി. അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റും ഓരോ കൊല്ലത്തെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ലൈക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പറയുന്നുണ്ട്. അപ്പൊ ആ 25 ലാക്ക് ഡിവൈഡ് ബൈ എത്ര 4 ഇയർ ചെയ്താല് പെർ ഇയർ ഡിപ്രിസിയേഷൻ കിട്ടി. അപ്പൊ ഇവിടെ എക്സ് ആയതുകൊണ്ട് തന്നെ ഈ സെയിൽ വാല്യൂയിൽ നിന്ന് ഈ കോസ്റ്റുകൾ കുറക്കുമ്പോൾ എക്സ് മൈനസ് 28,50,000 കിട്ടും ഓരോ കൊല്ലം. ഇത് ഓക്കെ ആണോ? ഇനി ഇതെന്താണ് ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സാ? സോറി, ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ അല്ല, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഏഹ് അപ്പൊ എന്ത് ചെയ്യണം? ടാക്സ് കുറക്കണം. ടാക്സ് റേറ്റ് നേരെ തന്നിട്ടുണ്ട് ഇല്ലേ? ടാക്സ് റേറ്റ് കുറച്ചാൽ എത്ര വരും? 40% ഓർക്കുമ്പോൾ 1ൽ നിന്ന് 40% കുറച്ചാൽ 0.6 ആയി. ഇതിൽ 40% ഓർക്കുമ്പോൾ ഇങ്ങനെ വരും ഇല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടാൻ. കാരണം നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന എമൗണ്ട് അല്ലല്ലോ. അപ്പൊ ഇത് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ഇത് മൈനസും ഇത് പ്ലസ് ആയതുകൊണ്ട് ഇങ്ങനെ വരും ഇല്ലേ? ഇതൊരു ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്? എല്ലാ ഇയർ എൻഡിലുള്ള ഇൻഫ്ലോ, ഇന്ററിം ഇൻഫ്ലോ ഓരോ ഇയറിലുള്ളത്. ഇതിനെ ഞാൻ ഫുള്ള് പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവന്നാൽ ഏഹ് ഓക്കെ. അപ്പൊ നമുക്കറിയാം പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എത്ര? 25 ലാക്ക്. 25 ലാക്ക്. നമ്മൾ ഈ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ എത്രയാണ്? 15% അല്ലേ ഇവര് എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പൊ 15%ല് ഈ ഓരോ ഇയർ എൻഡിലുള്ള ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിപ്പോ എല്ലാം സെയിം എമൗണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ആന്യൂറ്റി എടുത്തെടുക്കുകയാണ്. ഏഹ് ഇവിടെ ആന്യൂറ്റി തന്നിട്ടുണ്ട്. ആന്യൂറ്റി കൊണ്ട് എടുത്തെടുക്കുകയാണ്. എത്രയാണ്? എത്ര വരണം നമുക്ക്? 25 ലാക്ക് വരണം. കാരണം എടാ ഇവിടെ 25 ലാക്ക് വന്നാലല്ലേ ഇവിടെ 25 ലാക്ക് വരാ. നോക്ക് ഇതിനെല്ലാത്തിനും പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ അത് 15%ലോട്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 25 ലാക്ക് വരണം. അപ്പൊ ആ 25 ലാക്കല്ലേ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ആക്കി കാണിക്കുക. അങ്ങനെ ഇവിടെ 25 ലാക്ക് കാട്ടിയാലല്ലേ NPV 0 വരാ. അപ്പൊ അങ്ങനെ NPV 0 വന്നാലല്ലേ ഈ പ്രൊജക്ട് എക്സാക്ട്ലി 15% റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായില്ലയോ? ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഈ ക്വസ്റ്റ്യനിലെ മെയിൻ ട്രിക്ക്. മനസ്സിലായി പറയാ, ഇല്ലെങ്കിൽ ഇല്ല പറയാ. ഈ ഒരു പോക്കാണെങ്കിൽ ഇത് ലാസ്റ്റ് സെഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ. ബാക്കിയുള്ളവരോ? നിഷിബ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണല്ലോ. നല്ല കാര്യം. ബാക്കിയുള്ളവര് എന്താ അവസ്ഥ? ഞാൻ ഒന്നുകൂടിയും പറയാം. ഇത് ഓരോ ഇയർ എൻഡിലത്തെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഇത് ഇയർ 1 എൻഡിലത്തെ ക്യാഷ് ഇൻഫ്ലോ, ഇത് ഇയർ 2 എൻഡിലത്തെ ക്യാഷ് ഇൻഫ്ലോ, ഇത് ഇയർ 3 എൻഡിലത്തെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ, ഇത് ഇയർ 4 എൻഡിലത്തെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. ഇതിനെ മൊത്തത്തില് പ്രസന്റ് വാല്യൂലോട്ട് നമ്മൾ 15% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി 25 ലാക്ക് വരണം. അങ്ങനെ വരണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആന്യൂറ്റി ഫാക്ടർ ഇൻഡു ചെയ്യുമ്പോൾ 25 ലാക്ക് എഴുതിയത്. എന്തുകൊണ്ടാണ് 25 ലാക്ക് വരണം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ എല്ലാത്തിനും പ്രസന്റ് വാല്യൂ 25 ലാക്ക് ആയാലാണ് എന്ത്? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ 25 ലാക്ക് ആവുക. അങ്ങനെ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ 25 ലാക്ക് വന്നാലാണ് എന്ത്? NPV 0 ആവുക. അപ്പൊ NPV 0 ആണെങ്കിൽ ഏത് ഡിസ്കൗണ്ടിങ് റേറ്റിലാണോ 15% ഏത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഡിസ്കൗണ്ട് ചെയ്തത് ആ റിട്ടേൺ തന്നെ ഈ പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ് അല്ലേ? NPV 0 വരികയാണെങ്കിൽ ഇപ്പൊ 15% ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് 25 ലാക്ക് കിട്ടി. ആ 25 ലാക്ക് വെച്ചിട്ട് ഔട്ട്ഫ്ലോനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ NPV 0 വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഈ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് 15% റിട്ടേൺ ആണെന്നല്ലേ? അതന്നെയല്ലേ കമ്പനിക്ക് ആവശ്യമുള്ളതും. അപ്പൊ 15% റിട്ടേൺ ജനറേറ്റ് ചെയ്യുമ്പോൾ കമ്പനി എത്ര സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ വേണം എന്നല്ലേ ക്വസ്റ്റ്യനിൽ ചോദ്യം. അപ്പൊ സെയിൽസ് വാല്യൂ എത്ര വേണം? ഓരോ ഇയറിലും പെർ ആനം സെയിൽസ് എത്ര വേണം? 331,93,574 വേണം. മനസ്സിലായോ? ഇനി നമുക്ക് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ട്രിക്കി ആണ്. ഇതും ഇക്വാലന്റ് ആനുവലൈസ് ബേസ്ഡ് മെത്തേഡ് നല്ല ക്വസ്റ്റ്യൻ ആണ്. 3
ഇത് സിമ്പിളാണ്. മറ്റേ പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്. ഈ 4 ക്വസ്റ്റ്യൻ ഈ പേ ബാക്ക് പീരീഡും ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡും ഒക്കെ ഭയങ്കര സിമ്പിൾ സംഭവമാണ്. അത് ഞാൻ പറയണോ? ഞാൻ ഡിസ്കസ് ചെയ്യണോ? ചിലർക്ക് ചിലപ്പോൾ അറിയണ്ടായിരിക്കും. മിക്ക ആൾക്കാർക്കും എക്സാം എടുത്ത കഴിഞ്ഞിട്ട് പഠിച്ചിട്ടായിരിക്കും വിചാരിക്കണു. എന്താ വേണ്ടത്? ഡിസ്കസ് ചെയ്യണം പറയണമെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നിങ്ങൾക്ക് അറിയണ കോൺസെപ്റ്റ് ആണോ? ലൈക്ക് നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയല്ലേ പറയാം. നിങ്ങൾ ഒരാൾ പറയണത് ബാക്കിയുള്ളവരുടെ ബാധിക്കുള്ളൂ നോക്കണ്ട. ഞാൻ തീരുമാനിക്കാം ഇത് ചെയ്യണോ വേണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് അറിയോ അറിയില്ലേ അത് ചെയ്യണോ ചെയ്യണ്ടേ അത് പറഞ്ഞാൽ മതി. ഇനി ബാക്കിയുള്ളവർ കാണുന്നുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നോ സാർ ചെയ്യണ്ട. സിമ്പിളാന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അത് മതി. സിമ്പിളാണ്. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന തന്നെയുള്ളൂ. ഓക്കെ ഇത് എന്താ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ലൈക്ക് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടോ? ഇത് ചെയ്തവരൊന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവര് ഇപ്പൊ എത്ര 10 പേരുണ്ട്. ഒരു 5 പേരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാനാ. 5 6 പേരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുള്ളവര് പറഞ്ഞ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതൊക്കെ എക്സാമിന് വന്നിട്ടുള്ള കേട്ടോ. ഇതിലുള്ള എല്ലാം എക്സാമിന് വന്നിട്ടുള്ള. ഞാൻ ഒന്നും കൈ നിർത്തിയിട്ടുള്ളതല്ല. ഓക്കെ കമ്പനി എ വാണ്ട്സ് ടു ഇൻവെസ്റ്റ് ഇൻ എ പ്രൊജക്ട് ദ ലൈഫ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്ടഡ് ടു ബി 4 years. മെഷീനറിയുടെ ലൈഫ് 4 year ആണ്. The actual net profit is expected to be 20,000 after charging yearly depreciation of 60,000 in order to write off the capital cost. മെഷീനറിയുടെ കോസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 64,000 രൂപ മെഷീനറി മേടിച്ചു. ആ മെഷീനറിയുടെ 4 ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്തത് പെർ ഇയർ ഡിപ്രിസിയേഷൻ എത്ര 16,000 ആണ് പറയണത്. ഓക്കെ അപ്പൊ അങ്ങനെ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് 20,000. അപ്പൊ ഇനി നേരെ എന്ത് കുറച്ചാൽ മതി? ടാക്സ് കുറച്ചാൽ മതി അല്ലേ? ഓക്കെ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ് ഈ 64,000 രൂപയിലത്തെ 40,000 രൂപ ഈസ് പേബിൾ ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ചാൽ ഇയർ ബിഗിനിങ്ങിൽ കൊടുത്തു. അപ്പൊ നോക്കടാ ഇവിടെ 40,000ത്തിന്റെ പ്രസന്റ് വിലയാണ് എന്ത് 40,000. എവിടെ പോയി? ആൻഡ് ദ ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ഇയർ എൻഡ് എന്ന് വെച്ചാല് 64,000 40,000 ഓൺ ദ സ്പോട്ട് കൊടുത്തു. എന്നാ ബാക്കി 24,000 എപ്പോഴാ കൊടുത്ത്? ഇയർ 1 കൊടുത്തത്. അപ്പൊ അതിനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണ്ടേ? പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇയർ 1 എൻഡിലുള്ളതിനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണ്ടേ? ഓക്കെ ഓക്കെ സ്റ്റോക്ക് എമൗണ്ടിങ് ടു ₹12,000 ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ഇയർ 0 എന്ന് വെച്ചാൽ സ്റ്റോക്ക് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റോ മെറ്റീരിയൽ മേടിക്കാൻ 12,000 രൂപ പോവും. വർക്കിംഗ് ക്യാപിറ്റൽ 12,000 ആൻഡ് ഫോർ ഡെപ്റ്റേഴ്സ് ഫർദർ 16,000 എന്ന് വെച്ചാൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ സെയിൽ നടത്തണമെങ്കിൽ സ്റ്റോക്കിന്റെ മേലെ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് ലേബർ ഒക്കെ ഫിനിഷ്ഡ് ഗുഡ് ആക്കണ്ടേ? ഫിനിഷ്ഡ് ഗുഡ് ആക്കിയാലല്ലേ സെയിൽ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെയിലിന് ആ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ കൂടി എത്ര 10,000 രൂപ ഫർദർ വരും ഇതിന് പുറമെ. അപ്പോ ഇയർ ബിഗിനിങ്ങിൽ 12,000 കയ്യിൽ നിന്ന് പോവും. അതുപോലെ തന്നെ ഇയർ 1 എത്ര 16,000 കയ്യിൽ പോവും. അപ്പോ ഈ 16,000 എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരണം. ഓക്കെ ദ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി റീകൂപ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 5 എന്ന് വെച്ചാൽ ഈ ഇയർ ബിഗിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 12,000 ഇയർ 1 അല്ലെങ്കിൽ ഇയർ എൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത 16,000 മൊത്തം 12,000 പ്ലസ് 16,000 എത്ര വരാ? 28,000 ഇയർ 5 എൻഡിലാണ് കിട്ടാന്ന്. അപ്പൊ റിലീസ് ഇയർ 5 എൻഡിലാണ് എന്ന് വെച്ചാൽ ഇയർ 5 എൻഡിലെ പ്രസന്റ് വാല്യൂലോട്ട് എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടുവരേണ്ടി വരും 28,000 രൂപേനെ. അപ്പൊ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് മെഷീനറി വിൽ ഫെച്ച് എ സ്ക്രാപ്പ് വാല്യൂ 4,000 അറ്റ് ദ 4th ഇയർ. ഓക്കെ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ട് നില്ലാണ് എന്ത് ഇപ്പൊ ഓരോ ഇയർ ഡിപ്രിസിയേഷൻ 16,000 ആണ്. എന്ന് വെച്ചാൽ 4 ഇയർ എൻഡ് ആകുമ്പോ 0 ആണ് എന്ത് റിട്ടേൺ ഓൺ വാല്യൂ. പക്ഷെ സ്ക്രാപ്പ് വാല്യൂ മാർക്കറ്റിൽ എത്ര വരെ ഉണ്ടാവും? 4,000 രൂപ ഉണ്ടാവും. അപ്പൊ നോക്കടാ 0 വാല്യൂ ഉള്ള ഒരു സാധനം 4,000 രൂപക്ക് വിൽക്കാന്ന് പറയുമ്പോൾ 4,000 രൂപ എന്താ ഗെയിൻ തന്നെയല്ലേ? അപ്പൊ 4,000ത്തിന്റെ ടാക്സ് 40% പോകത്തില്ലേ? ഇൻകം ടാക്സ് പേബിൾ ഇസ് 40% ആൻഡ് ദ ഡിപ്രിസിയേഷൻ ഈക്വൽസ് ദ ടാക്സേഷൻ റേറ്റ് ഡൗൺ അലവൻസ് ആസ് പെർ 25%. ഓക്കെ ഇവിടെ ഡിപ്രിസിയേഷൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോടാ. ഈ ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ 16,000 രൂപ
അത് ടാക്സേഷൻ റേറ്റിംഗ് ഡൗൺ അലവൻസ് ഓഫ് ഓക്കെ. ഇൻകം ടാക്സ് പ്രകാരം ഓരോ കൊല്ലം 25% ഡിപ്രിസിയേഷൻ കുറക്കണം എന്നാണ് പറഞ്ഞത്. ആ 25% പ്രകാരമുള്ള എമൗണ്ട് ആണ് 16,000 എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയണത്. ഓക്കെ, ഇതെന്താ പോവാത്ത്? ഓക്കെ. ഇൻകം ടാക്സ് ഈസ് പെയ്ഡ് ആഫ്റ്റർ 9 months ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദി ഇയർ വെൻ ദ പ്രോഫിറ്റ് ഈസ് മെയ്ഡ്. ഓക്കെ, ഓരോ ഇയർത്തിയും എൻഡിലല്ല ഇൻകം ടാക്സ്. ഇപ്പൊ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇയർ 1ത്തെ ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇയർ 1ലായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞ ഇയർ 1ത്തെ ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇയർ 2ലാ. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിൽ കൊടുക്കണ പോലെ പറയണത്. ഏഹ് ഓക്കെ, നമുക്ക് നോക്കാം. ദ റെസിജ്വൽ വാല്യൂ ഓഫ് ₹4,000 വിൽ ഓൾസോ ബിയർ ടാക്സ് അറ്റ് ദ ഓക്കെ. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് കുറച്ചു. സിൻസ് ദ ടാക്സ് ഇസ് പെയ്ഡ് ഇൻ നെക്സ്റ്റ് ഇയർ. ഇപ്പൊ 9 മന്ത്സിന് ശേഷം പറയണെങ്കിലും അത് 12 മന്ത്സ് ആക്കിയിട്ട് എടുക്കുകയാണ് നെക്സ്റ്റ് ഇയർ എൻഡിൽ കൊടുക്കണ പോലെ. എന്ന് വെച്ചാൽ ഇയർ 1ത്തെ ടാക്സ് കൊടുക്കുന്നത് എത്ര? ഇയർ 2ലാണ്. ഓക്കെ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റീകോപ്ഡ് ഇൻ ദ 5th ഇയർ. നമ്മൾ ഓൾറെഡി മേലെ പറഞ്ഞു. 5 ഇയറിന്റെ കാൽക്കുലേഷൻ വേണ്ടി വരും ഇവൺ ഇഫ് മെഷീനറിയുടെ ലൈഫ് 4 ഇയർ ആണെങ്കിൽ പോലും. ഇത്രയും നേരം മെഷീനറിയുടെ ലൈഫിനുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ മെഷീനറി ലൈഫ് 4 ഇയർ ആണ്. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ആവുന്നത് 5 ഇയറിൽ. ഇയർ 4ത്തെ ടാക്സ് കൊടുക്കുന്നത് 5th ഇയറിലൊക്കെ ആയതുകൊണ്ട് തന്നെ 5 ഇയറിന്റെ കാൽക്കുലേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നിങ്ങൾക്ക് ടഫ് എന്നാണോ ഈസി ആണെന്നാണോ തോന്നുന്നത്? ടഫ് ആണെങ്കിൽ ടി, ഈസി ആണെങ്കിൽ ഇ. ഒന്ന് ഈസി. ഓക്കെ, നീലക്ക് ഈസിയാണ്. ഓക്കെ, വിഷയമില്ല. വേറെ ആൾക്കാരോ? എല്ലാവർക്കും ഈസിയാണ്. എന്നാ പിന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യണെന്തിനാ? അപ്പൊ ഇത് അറിയോ? ചെയ്യാൻ അറിയോ ബാക്കിയുള്ളവർക്കോ? എല്ലാവർക്കും ഈസി ആണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും മിക്കതും. അപ്പൊ ആരും ചെയ്തിട്ടില്ല പറഞ്ഞത്? വിഷ്ണുമായ, അനന്യ, അവർക്കൊക്കെ എന്താ അവസ്ഥ? നീല, നിശ്ചയ ചെയ്തിട്ടുണ്ടോ മുന്നേ ക്വസ്റ്റ്യൻ? ചെയ്യാത്തവർക്ക് ടഫ് ആയിരിക്കും, അതെനിക്കറിയാം. ബട്ട് എന്നാലും നീല, നിശ്വ ചെയ്തിട്ടുണ്ടോ? ചെയ്യാതെയാണ് ഈസി പറഞ്ഞു വെച്ചാല് നിങ്ങൾ ബ്രില്യന്റ് ആണ്. നിശ്വ ചെയ്തിട്ടുണ്ട്. ആ, അമ്പടിക്കള്ളി. ഓക്കെ 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 ഓക്കെ. ഒന്നുമില്ല, അനന്യ, സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം എന്താ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ, അതിലാർക്കും സംശയമൊന്നുമില്ല. കയ്യിൽ നിന്ന് പോണത് എത്രയാണ്? സോറി, അതിൽ പ്രശ്നമുണ്ട്. അത് നമ്മള് 40,000 ഓൺ ദ സ്പോട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ എത്ര? 40,000 തന്നെ. പിന്നെ 24,000, ബാക്കി 24,000 കയ്യിൽ പോകുന്നത് ഇയർ 1 എൻഡിലാ. അതിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ എത്ര വരും? 24,000ത്തിനെ പ്രസന്റ് ഇയർ 1 എൻഡിലുള്ള 24,000ത്തിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ 24 ഇൻറ്റു 0.9091 അല്ലേ അടിക്കേണ്ടത്? അപ്പൊ എത്ര വരും? 21,818 വരും. ഇത് ഓക്കെ ആണല്ലേ? ഞാനിപ്പോ ഈ പറഞ്ഞ ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ 12,000 ഓൺ സ്പോട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. 12,000 തന്നെ ഈ ഇയർ 1 എൻഡിൽ എത്ര? 16,000 പോകുന്നുണ്ട്. അതിന് 14,000 ആക്കുമ്പോൾ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ എത്ര വരും? 88,364. ഇത് സിമ്പിൾ ആണ്. ഇതില് ടഫ് എന്നല്ല, ഇത്തിരി കാൽക്കുലേഷൻ വരുന്നത് ഇതിലാണ്, ഇൻട്രീം ക്യാഷ് ഫ്ലോയിലാണ്. അപ്പൊ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് 20,000 എല്ലാ കൊല്ലം തന്നിട്ടുണ്ട്. ഈ ഇൻകം മെഷീനറിയുടെ ലൈഫിലാണ് ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പൊ 4 ഇയറിലല്ലേ 20,000 വരത്തുള്ളൂ. അതെ. ഇനി എന്ത് ചെയ്യണം? ടാക്സ് കുറക്കണം. ടാക്സ് നമ്മള് ഇയർ 1ത്തെ ടാക്സ് നമ്മൾ കൊടുക്കണത് എപ്പോഴാ? ഇയർ 2ലാ. ഇയർ 2ത്തെ ടാക്സ് കൊടുക്കുന്നത് എപ്പോഴാ? ഇയർ 3ലാ. ഇയർ 3ത്തെ ടാക്സ് കൊടുക്കുന്നത് എപ്പോഴാ? ഇയർ 4ലാ. ഇയർ 4ത്തെ ടാക്സ് കൊടുക്കുന്നത് എപ്പോഴാ? ഇയർ 5ലാ. ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ? കറക്റ്റ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. അപ്പോ പക്ഷെ ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. കാരണം അത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണല്ലോ. ആ ഡിപ്രിസിയേഷൻ എത്ര? 16,000 തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇതിലാർക്കും എന്തില്ല? ഡൗട്ട് ഇല്ല. ഇനി എന്ത് ചെയ്യുക? ഇതിനെല്ലാത്തിനും പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരിക. ഇതിലൊരു ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് ഒറ്റ മിനിറ്റ് ഇട്രാ. ഈ 8,000 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇയർ 4 എൻഡിലത്തെ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഇയർ 5ലല്ലേ? ആ 8,000 ആണ്. അപ്പൊ അത് നെറ്റ്, അപ്പൊ ഇന്ററിം നെറ്റ് ക്യാഷ് ഫ്ലോ എത്ര വരിക? ഇതിന്റെ ഒക്കെ പ്രസന്റ് വാല്യൂ, ഇത് ഔട്ട്ഫ്ലോ മാത്രം ഉള്ളതുകൊണ്ട് നെഗറ്റീവ് എത്ര വരും?
91,061 വരും. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് വരുന്നത് മറ്റേ ടെർമിനൽ വാല്യൂ ആണ്. ഈ 91,061 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. കാരണം ഇത് ചെയ്യാത്ത ഒരാൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് പറയണമെങ്കിൽ ഒന്നുകൂടി പറയാം. 91,061 വന്നത് ഓക്കെ ആണോ? ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ആ ക്വസ്റ്റ്യന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളൊരു ഓരോ ഇയറിൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. 91,061 ഓക്കെ ആണോ? ഇതിലുണ്ടല്ലോ ആ ടാക്സ് ഓരോ ഇയർത്തെ നെക്സ്റ്റ് ഇയറിലാ പേ ചെയ്യുന്നത്. അപ്പൊ പേ ചെയ്യുമ്പോഴല്ലേ ഇൻകത്തിന്ന് കുറയാ. ഇപ്പൊ നോക്ക്, ഈ ഇയർ 1ത്തെ 8,000 ഇതിൽ നിന്ന് കുറയില്ല. കാരണം ഇവിടെ പേ ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് കുറയും. കാരണം ഇവിടെ പേ ചെയ്യുന്നത്, ഇവിടുത്തെ ഇവിടെ പേ ചെയ്യുന്നത്, ഇവിടുത്തെ ഇവിടെ പേ ചെയ്യുന്നത്, ഈ ഇയർത്തെ ടാക്സ് ഇവിടെ നെക്സ്റ്റ് ഇയറിലെ പേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വരും. അതുള്ളൂ ഇതില്. 91,061 എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ അലൻ ബാബു മാത്രമല്ലേ പറഞ്ഞോളൂ, ബാക്കിയുള്ളവരോ? അനന്യ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളോ? കഴിഞ്ഞു. ഇതൊന്നും വാദം ഒന്ന് പറഞ്ഞൂടാ. ഇങ്ങനെ ചോദിപ്പിക്കണെന്തിനാ? ഓക്കെ. ഇനി സ്ക്രാപ്പ് വാല്യൂ, അതിലാണ് ഒരു സംഭവം ഉള്ളത്. 4,000 രൂപ കിട്ടും. 4,000 രൂപ എന്താ ഫുൾ ഗെയിൻ ആണ്. അതിന്റെ മേലെ ടാക്സ് അടക്കണം. പക്ഷെ ഈ 1,600 ടാക്സ് നമ്മൾ പറഞ്ഞു, ടാക്സ് ഒക്കെ നെക്സ്റ്റ് ഇയറിലാണ് എന്ത് ചെയ്യുക, പേ ചെയ്യുക. അപ്പൊ നോക്ക്, 4,000 കിട്ടുന്നത് ഇയർ 4 എൻഡിലാ അല്ലേ? ഇയർ 4 എൻഡിലല്ലേ 4,000 കിട്ടുന്നത്? അപ്പൊ ആ 4,000നെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ ഇയർ 4 എൻഡിലത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വേണ്ട യൂസ് ചെയ്യാന് 0.683. അപ്പൊ 2,732 4,000ന്റെ പ്രസന്റ് വാല്യൂ വരിക. ആണോ? അതുപോലെ തന്നെ ഇതിന്റെ ടാക്സ് കൊടുക്കുന്ന നെക്സ്റ്റ് ഇയറിലാ. എന്ന് വെച്ചാൽ ഇയർ 5 എൻഡിലാ. അപ്പൊ ഈ 1,600 കൊടുക്കുന്നതിന്റെ പ്രസന്റ് വാല്യൂ ഇയർ 5 എൻഡിലത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്യണ്ടേ? 0.6209. അപ്പൊ അത് യൂസ് ചെയ്തു. അപ്പൊ ഈ സ്ക്രാപ്പ് വാല്യൂന്റെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് വരിക? 1,739 ആണ് വരിക. ഇതാണ് മെയിൻ പലരും തെറ്റിക്കാനുള്ള സാധ്യതയുള്ള സംഭവം. ഇത് ഓക്കെ ആണല്ലേ? സ്ക്രാപ്പ് വാല്യൂ നമുക്ക് നടക്കുന്നത് ഇയർ 4 എൻഡിലാണ്. അപ്പൊ അതിനെ ഇയർ 4 എൻഡിലത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്തിട്ട് പ്രസന്റ് ആയിട്ട് കൊണ്ടുവരും. ടാക്സ് ഇയർ 4 എൻഡിലാണ് നോർമലി കൊടുക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓരോ ഇയർത്തെ ടാക്സ് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയർ 4ൽ കൊടുക്കുന്ന ടാക്സ് ഇയർ 5ലാണ് കൊടുക്കുക. അപ്പൊ ആ ഇയർ 5ലത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്യേണ്ടി വരും ടാക്സിനെ ഓൺ സ്ക്രാപ്പ് വാല്യൂ കൊടുക്കുന്ന ടാക്സിനെ പ്രസന്റ് വാല്യൂ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ. ഇത് ഓക്കെ ആണോ അല്ലേ? സിമ്പിൾ സാധനമാണ് ഇതൊക്കെ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നണം ഇതൊക്കെ കേൾക്കുമ്പോ. ലൈക്ക് അത് കൊള്ളാലോ. അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ആ ഒരു മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത് എഫ്എം പഠിക്കുമ്പോ. ഓക്കെ. അത് നല്ല രസാണ്. എക്സാമിന് ഒന്നും ചെയ്യാത്ത ആൾക്ക് അത്ര രസം തോന്നത്തില്ല. പിന്നെന്താ, ഇയർ 5ല് വർക്കിംഗ് ക്യാപിറ്റൽ ഫുൾ റിലീസ് ആവുന്നുണ്ട് പറയുന്നുണ്ട്. ഇയർ 5ത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ എത്ര ഇതല്ലേ? അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഇത് കിട്ടി. അപ്പൊ എന്താ, മൊത്തം പ്രസന്റ് വാല്യൂ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് കിട്ടി. ഇനി എന്ത് ചെയ്യാ, എല്ലാം നെറ്റ് ചെയ്യാ. പോസിറ്റീവ് എൻപിവി വന്നു. പ്രൊജക്ട് ആക്സെപ്റ്റബിൾ. സിമ്പിൾ അല്ലേ? ഏഹ് ഇപ്പൊ ഇവിടെ നോക്ക്, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ നോക്കിയാലും ആദ്യം ഇനീഷ്യൽ ഔട്ട്ഫ്ലോ കാണുന്നു, ഇന്ററിം ക്യാഷ് ഫ്ലോ കാണുന്നു, ടെർമിനൽ ക്യാഷ് ഫ്ലോ കാണുന്നു. ഇത് രണ്ടും എന്താ, ഇൻഫ്ലോ ആണ്. ഇത് സം ചെയ്യും, ഔട്ട്ഫ്ലോയിലും നെറ്റ് ചെയ്യും, എൻ പി വി കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ റിജക്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ ഇത് ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ വിചാരിക്കുന്നു. ഞാൻ ഇപ്പൊ എല്ലാവരോടും ചോദിക്കണില്ല. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വലന്റ് അനാലിസിസ് എൻ പി വി ഇത് സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു മിക്കതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏത്, ക്യാപിറ്റൽ റേഷനിങ് സിമ്പിൾ ആണ്, നിങ്ങൾ ചെയ്യാം. വിഷയം ഉണ്ടായിരിക്കില്ല. ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇത് സിമ്പിൾ സാധനമാണ്. ബട്ട് ഇതെനിക്കറിയില്ല. ഇക്വലന്റ് അനലൈസ്ഡ് എൻ പി വി നിങ്ങൾക്ക് അറിയോ? അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇത് വേണ്ടെങ്കിൽ നിർത്താം. കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു ഇന്നത്തെ. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ഡിപ്രിസിയേഷൻ, WDV എൻ പി സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ ടാക്സ് ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട് വിവിത്സുള്ളത്. അത് ഞാൻ ഓൾറെഡി റെക്കോർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം. അത് നിങ്ങൾ കയറി കാണണം. അതൊക്കെ റയർലി ചോദിക്കുള്ളൂ. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാത്ത ഒരാൾക്ക് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് മാക്സിമം ചെയ്യാൻ നോക്കാം. ഒരു 40 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അത്. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് 2 ക്വസ്റ്റ്യന്. അതില് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരെണ്ണം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയിച്ചാൽ ചെയ്യാലേക്ക് വേണ്ട. അതിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള തന്നെയാണ് അത്. ഓക്കെ, അത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഈ ക്വസ്റ്റ്യൻ എന്താ അവസ്ഥ?
ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ഈ ഇക്വിവാലന്റ് അനലൈസ്ഡ് എൻപിവി നിങ്ങക്ക് അറിയോ? ഇല്ലേ? എല്ലാവർക്കും അറിയോ ഞാൻ ഇത് നിർത്താച്ചിട്ടാ. വെറുതെ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ വെച്ചിട്ടാ. അപ്പൊ നമുക്ക് 1.25 മണിക്കൂറായി. 1.25 അല്ല 1:40 മിനിറ്റ്. കാരണം നമ്മൾ 7:10 തുടങ്ങിയത്. 1 മണിക്കൂറും 40, 35 മിനിറ്റ്. എന്താ വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യണോ? ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം. തുടങ്ങി വെച്ച് തീർക്കണം. ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇതെല്ലാരും ചെയ്തിട്ടുള്ളതായിരിക്കും നോർമലി. അപ്പൊ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നു കുറച്ച് കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഐ വിൽ ബി ഹാപ്പി ഇഫ് യു ആർ കംഫർട്ടബിൾ. ഓക്കെ. അതെനിക്കും ഒരു മോട്ടിവേഷനാണ്. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ നോർമലി എനിക്ക് വരാറുള്ളത്. ലൈക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോ ഇത്തിരി ടഫ് പോലത്തെ ഉള്ളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ 2 ലിങ്ക് തരാൻ പറഞ്ഞു. ലൈക്ക് ഒരു ലിങ്ക് തരാൻ പറഞ്ഞില്ല. അതിലുള്ള ക്വസ്റ്റ്യനും നോർമലി കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ. ഇത്ര തന്നെ ഉള്ളൂ. NPV IRR കണ്ടുപിടിക്കലാണ് നോർമലി ഉള്ളത്. പിന്നെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡും ക്യാപിറ്റൽ റേഷനിങ്ങും വരാറുണ്ട്. അത് നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. പലർക്കും സിമ്പിൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഐ വിൽ ബി ഹാപ്പി ടു ഹിയർ ഇറ്റ്. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം.